ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തളിയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ പ്രചേതസ്സുകളുടെ ആ കഥ പറയാനായിട്ട് പറയണത്, വിതുരൻ പ്രചേതസ്സുകളുടെ കഥ പറയാനുള്ള കഥ പറയൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ഭാഗമാണ് നമുക്ക് കിട്ടിയത്. ആദ്യം തന്നെ ഇപ്പോൾ ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ തന്നെയാണിത്. ആ ശ്രീകൃഷ്ണ കഥാമൃതം നമ്മൾ ഒരു തവണ ആ ദശമം മാത്രം പൂർണ്ണമായിട്ട് വായിച്ചു കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ ഈശ്വരൻ്റെ ആ കമനീയ പദാംബുജം സർവാത്മന ഭജിച്ചാലും എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഭജിക്കുകയാണെങ്കിൽ ആ ഭഗവാന്റെ ചിന്തകളും ഭക്തിയും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് പറയണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗങ്ങൾ ആണ് പറഞ്ഞപ്പോൾ ചോദിച്ചു, പ്രചേതസ്സിൻ്റെ ആ തപസ് ചെയ്ത് പ്രസാദം നേടിയ ആ ചരിത്രം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു തരുന്ന ഭാഗമാണ് നമുക്ക് പകുത്തപ്പം കിട്ടിയത്. അപ്പോൾ അത് തൊട്ടിട്ട് വായിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ചോദിച്ചു വിതുരൻ വീണ്ടും, പ്രചേതസ്സുകളാഴിയിൽ തപസ്സു ചെയ്തു ഭഗവൽ പ്രസാദം നേടിയുള്ളതും നേരിട്ടു തന്നെ ശിവനെ കണ്ടൊരാ ഭാഗ്യശാലികൾ രാജ്യം ഭരിച്ചതും മുക്തിയാർന്നതാം സുചരിത്രവും. ചോദ്യം കേട്ടെത്രയും മോദിച്ചോദി മൈത്രേയ മാമുനി, അച്ഛൻ്റെ വാക്കിനാൽ ആഴിയുൾ പൂകിയ അവരെ വരും
ശിവോപദേഷ്ടമാം മന്ത്രം ജപിച്ചു വിധിപൂർവകം ആവുന്ന വണ്ണം ധ്യാനിച്ചു അരവിന്ദായദാക്ഷനെ. അപ്പോൾ പ്രജേതസ്സുകളുടെ കഥ പറയുന്ന സമയത്ത് പറയണു, കേട്ടപ്പോൾ സന്തോഷമായി. അച്ഛൻ്റെ വാക്ക് കേട്ടിട്ടാണ് അവർ പ്രജേതസ്സുകൾ തപസ്സിനായിട്ട് പോയത്. ആ തപസ്സിന് പോയത് ശരിക്കും നമ്മളുടെ ഗുരുവായൂർ അമ്പലത്തിൽ അവിടെ ആദ്യം ആ ഭാഗത്ത് മഹാദേവനായിരുന്നു എന്നാണ് പറയണത്. ആ മഹാദേവൻ ഭഗവാന്റെ പ്രതിഷ്ഠാ സമയത്ത് ആ സ്ഥലം അവിടെ മഹാദേവൻ തപസ് ചെയ്ത രുദ്രതീർത്ഥം എന്നാണ് പറയുക. അവിടെ ഒരു വലിയ കുളം നമ്മൾ കാണാം. കുളത്തിൻ്റെ അടിയിൽ മുങ്ങിയിരുന്നിട്ട് മഹാദേവൻ അത്രയും ഭഗവാനെ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഉപാസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ വച്ചിട്ട് ആ മഹാദേവനാണ് ഇവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായത്, ശ്രീകൃഷ്ണോപാസനയാണ് എന്ന് പറഞ്ഞ് ആ ഭഗവാനെ ഉപാസിക്കാനുള്ളത്. അപ്പോൾ ആ പ്രചേതസ്സുകൾ അവിടെ തപസ്സിരുന്നിട്ടുണ്ട്. സനകാദി ഋഷീശ്വരന്മാർ ആ രുദ്രതീർത്ഥത്തിൽ തപസ്സിരുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠമാണ് അവിടുത്തെ തീർത്ഥക്കുളം. അപ്പോൾ ആ ഒരു കഥ പറയുകയാണ്. അപ്പം അച്ഛൻ്റെ അപ്പോൾ ആ ഒരു പറയണം. അപ്പോൾ ശിവൻ ഉപദേശിച്ചിട്ട് ആ ഭഗവാനെ ധ്യാനിച്ച കഥയൊക്കെ പറയാൻ ചെയ്യാണ്. തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഭാഗ്യശാലികൾ 10,000 ആണ്ട് മട്ട് അകന്നീടെ മഹാപ്രഭു ഇന്ദ്രനീല പ്രഭാപൂരം മുന്നിൽ വർഷിച്ചിടുമാവിധം താപക്ലേശങ്ങളൊട്ടാകെ അകറ്റും ഭക്തവത്സലൻ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടൻ ഗരുഡവാഹനൻ. അങ്ങനെ ആ ഭഗവാനെ തപസ് ചെയ്യേണ്ട രുദ്രഗീതം എന്ന് പറഞ്ഞിട്ട്, അതായത് മഹാദേവൻ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് രുദ്രഗീതം എന്ന് പറയുന്നത്. അപ്പോൾ രുദ്രഗീതം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് തപസ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അവരവിടെ തപസ് ചെയ്തപ്പോൾ ആ ഭഗവാൻ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടാണ്. അവർക്ക് മുമ്പിൽ ഗരുഡനായിട്ട് മഹാവിഷ്ണു സ്വരൂപനായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. മേജുശൃംഗത്തിൽ വാർകൊണ്ടൽ എന്ന പോലെ വിളങ്ങുവോൻ കൗസ്തുഭത്തിൻ തിളക്കത്താൽ ഇരുളാകയകറ്റുവോൻ പൊൻകിരീടമണിഞ്ഞുള്ളോൻ 8 തൃക്കൈകളുള്ളവൻ. 8 തൃക്കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ അവരുടെ മുമ്പിൽ വന്നത് എന്ന് പറയുന്നത്. മലർപ്പെൺമണിയും മാറിൽ വനമാലയുമാർന്നവൻ മഞ്ഞപ്പൂമ്പട്ടുടുത്തുള്ളോൻ മധുരസ്മിതമാർന്നവൻ വിണ്ണോർകൾ മുനിമാരാലും മറ്റും വാഴ്ത്തപ്പെടുന്നവൻ വിശേഷൻ കൃപാമൂർത്തി മേഘഗംഭീര നിസ്വനൻ. കൈകൂപ്പി നിൽക്കും പ്രാചീന ബർഹസിൻ്റെ കിടങ്ങളെ തൃക്കൺ പാർത്തരുളി ചെയ്താനത്രയും പ്രീതിപൂർവകം. അപ്പോൾ അവരുടെ ആ ഒരുമിച്ചിരുന്നിട്ട് നാമം ജപിക്കണതിൻ്റെ ഒരു മഹത്വം. അപ്പോൾ നമ്മൾ പറഞ്ഞ അതിൻ്റെ അനുസരിച്ചിട്ട് തന്നെ അവിടെ കിട്ടിയ ഒരേ മനസ്സോട് കൂടിയിട്ട് ഒരേപോലെ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുമ്പോൾ അത് ഭഗവാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഒരേ മനസ്സോട് കൂടിയിട്ട് ഇരിക്കുമ്പോൾ. അപ്പോൾ അത്രയും പരസ്പര സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളെപ്പോഴും കൂടെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ, നമുക്ക് പരസ്പര സ്നേഹത്തോട് കൂടിയിട്ട് നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് എല്ലാവരെയും സ്നേഹിക്കാനും പെരുമാറാനും ഒക്കെ സാധിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ അങ്ങനെ ഈ പ്രാചീന ബ്രഹേസിൻ്റെ മക്കളായിട്ടുള്ള പ്രചേതസ്സുകൾ അങ്ങനെയായിരുന്നു അത്രേ. അപ്പോൾ അവരുടെ അത് കണ്ടപ്പോൾ ഭഗവാൻ ഒരുപാട് സന്തോഷമായി. അന്യോന്യം ഇത്രയും സ്നേഹം കണ്ടു സന്തുഷ്ടനായ ഞാൻ നിങ്ങൾക്കിഷ്ടവരം നൽകാൻ വൈകിയും കൊണ്ടുവാഴുകയാം. നിങ്ങൾക്കെഴുന്ന സൗഹാർദ്ദം ഇതുനാൾ തോറും ഓർപ്പവൻ ഒരാളിലും ശത്രുഭാവം കാണില്ലേവർക്കും ഇഷ്ടനാം. അവരോട് പറയണു, നിങ്ങളുടെ ഈ സ്നേഹവും സൗഹൃദവും കണ്ടിട്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അപ്പോൾ ഇതുപോലെ ഉള്ളവരെ കാണാൻ ചുരുക്കമാണ്. നിങ്ങളുടെ സ്നേഹത്തെപ്പറ്റി പറയണവരുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധമായിട്ട് അവർ ഇതുപോലെയായി തീരുമെന്ന് പറയണു. 2 നേരവും ഈ രുദ്രഗീതം കൊണ്ടെന്നെ നിത്യവും സ്തുതിപ്പവൻ ഇഷ്ടമേകും ഒപ്പം ശോഭന ബുദ്ധിയും അച്ഛൻ്റെ വാക്കിത്രമേലും ബഹുമാനിക്ക കാരണം നിങ്ങൾ തൻ പുണ്യമാങ്കീർത്തി നല്ലോർക്ക് വഴികാട്ടിയിടും. അച്ഛൻ പറഞ്ഞിട്ടാണ് ഈശ്വരനെ ഭജിക്കൂ എന്ന് അച്ഛൻ്റെ വാക്ക് കേട്ടിട്ടാണ് അവർ ഈശ്വരഭജനത്തിന് പോയത്. അപ്പോൾ ആ പിതാവിൻ്റെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് ആ മഹാദേവൻ പകർന്നു തന്ന രുദ്രഗീതം എന്നുള്ള ആ മഹാമന്ത്രം ജപിച്ച് ആരാണോ അത് ജപിക്കുന്നത് അവർക്ക് ഇതുപോലെ തന്നെ ബുദ്ധിവൈശിഷ്ടവും സന്മനസ്സും
എല്ലാം നൽകി അനുഗ്രഹിക്കുമെന്ന് പറയുന്നു. ഭാഗവതത്തിലുണ്ട് രുദ്രഗീതത്തിൻ്റെ ആ ഒരു ഭാഗത്തിൽ രുദ്രഗീതം വർണ്ണിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടുള്ള വരിക ഇതിലാവും നമുക്ക് പകുത്ത് കിട്ടിയത് ഇതാണെന്ന് മാത്രം. പേർ കേട്ടൊരു മകൻ നിങ്ങൾക്കുളവാം ബ്രഹ്മതുല്യനായി സൽസന്തതികളാൽ മുപ്പാരെങ്ങും സന്തുഷ്ടമാക്കുവാൻ പ്രേംലോച്ഛയിൽ കണ്ടുമുനിയുളവാക്കിയൊരക്കന്യയെ വൃക്ഷങ്ങൾക്കേകി വിണ്ണാടു പൂകിനാൾ അപ്സരസുടൻ വിശന്നോ കേഴുമക്കുഞ്ഞിന്നാവിൻ ചന്ദ്രനണഞ്ഞുടൻ അമൃതൂറുന്നതൻ ചൂണ്ടു വിരൽ വെച്ചൻ കൃപാനിധി ഞാൻ ഓർക്കയാൽ പ്രജാ സൃഷ്ടിക്കച്ഛൻ ഏൽപ്പിക്കയാലിനി ആ മനോജ്ഞാംഗിയെ ചെന്നു വേൽപ്പിൻ നിങ്ങൾക്കു നന്മയാം. ഒരേ ധർമ്മം ഒരേ ശീലം ഒരേ നിലയുമാകയാൽ അതേ ശീലാദിയാർന്നുള്ളോർ നിങ്ങൾ ഏവർക്കുമൊത്തതാം. അനുഗ്രഹിച്ചിടുന്നേ ഞാൻ അനേകായിരം ആണ്ടുകൾ ആയുരാരോഗ്യ സൗഖ്യങ്ങളാഴ്ന്നു വാഴ്വിനെ വരും. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ വിവാഹമൊക്കെ കഴിച്ച് സൽസന്താനം ഉണ്ടാവും. ഞാൻ തന്നെ ബ്രഹ്മതുല്യനായി എനിക്ക് തുല്യനായിട്ടൊരു പുത്രൻ ജനിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടതാ വൃക്ഷങ്ങളുടെ മകളെ ചെന്ന് വിവാഹം കഴിക്കാനൊക്കെ പറഞ്ഞതാ അവരെ പറഞ്ഞേക്കണം. പിന്നീടു പരമേഷ്ടാദി പോലും നരകതുല്യമായി തോന്നുമെൻ പദം ചേർന്നു പരമാനന്ദമഗ്ധരം. അപ്പം 1000 ഒരേ നിലയിൽ നിങ്ങളിത് അനേകം കാലം ജീവിക്കുക, രാജ്യമൊക്കെ ഭരിച്ചിട്ട് കുറേ കഴിയുമ്പോൾ ഇതൊക്കെ വിരക്തി വരും. ഇതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ള സത്യം ബോധ്യമാകുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പദം പ്രാപിക്കാനിടവരും. ഗൃഹസ്ഥാശ്രമാവും നല്ലോർക്കെന്നും ബന്ധകമായി വരാ ശ്രവണാദികളാലുള്ളം എന്നിലർപ്പിച്ചു വാഴുകയാൽ. എത്ര വലിയ ഗൃഹസ്ഥാശ്രമിയായാലും മനസ്സ് ഭഗവാനിൽ ചേർത്ത് വച്ച് ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാന്റെ നാമകീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭഗവാനോട് ചേർന്നിരിക്കുന്ന ഒരാൾക്കും ഈ ഗൃഹസ്ഥാശ്രമം യാതൊരു വിധത്തിലും ഒരു ബന്ധനം ഉണ്ടാക്കി തീർക്കില്ല. സൽക്കഥാരസികർക്കീ ഞാൻ ഉള്ളിൽ തെളിയുമാകയാൽ ഗൃഹാധികാര്യവും ഹർഷ ശോകാദികളണച്ചിടാ. മൈത്രേയനോദി ഭഗവത് ദർശനത്തിൽ തെളിഞ്ഞുടൻ നിർഭാത്മജന്മാരീ വണ്ണം വാഴ്ത്തിനാൻ വിശ്വനാഥനെ. അപ്പം ഭഗവാൻ അനുഗ്രഹിച്ചപ്പോൾ അവരെല്ലാവരും കൂടി വീണ്ടും ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. മനോബുദ്ധ്യാദിയിലാർക്കും അടുപ്പാൻ പണിയെങ്കിലും വേദങ്ങൾ വാഴ്ത്തും ഗുണമാദിയാർന്ന മഹാപ്രഭോ ആനന്ദരൂപനാം ആരെ സേവിപ്പോനുലകൊക്കെയും കേവലം ഭഗവല്ലീല മാത്രമായി കാൺമു ഭാഗ്യവാൻ. ഭഗവാനെ അവിടുത്തെ അറിയാനായിട്ട് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ബുദ്ധി കൊണ്ട് എത്രയോ പഠിച്ച് പാണ്ഡിത്യം നേടി ഭഗവാനെ അറിയാൻ വെച്ചാൽ നമുക്ക് പറ്റില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചാലും പറ്റില്ല. ഭഗവാനെ അറിയാനായിട്ട് വേദങ്ങളൊക്കെ ഇങ്ങനെ വാഴ്ത്താന്ന ഭഗവാനെ അറിയാൻ ഒന്നുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അനുഭവിക്കാൻ ഭഗവാന്റെ ആ കൃഷ്ണ അനുഭവം അറിയാൻ വെച്ചാൽ ഭഗവാനെ അറിയാനൊന്നും നമുക്ക് സാധിക്കില്ല. ആ കൃപ മനസ്സിലാക്കാൻ, ഭഗവാന്റെ കാരുണ്യം മനസ്സിലാക്കാൻ, ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അതിനെന്ത് ചെയ്യണം? ഭഗവാനിൽ ഭക്തി, പ്രേമഭക്തി ഉണ്ടാവണം. അങ്ങനെ പ്രേമഭക്തി ഉള്ളവരെ മുഴുവൻ ഭഗവാൻ വന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്യണത്. ആവിധം വിശ്വസൃഷ്ടിയാദി കൃപയാൽ തുടരും വിഭോ നിന്നെ മൂടാൻ അഹങ്കാരമെങ്ങും പൊങ്ങാത്ത മാതിരി അവിടുന്നുള്ളിലെപ്പോഴും തെളിഞ്ഞു വിലസിയിടുകിൽ ഞങ്ങൾക്ക് ഈ വിശ്വമെന്നെന്നും പരമാനന്ദദായകം. ഭഗവാനെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഹങ്കാരം പ്രവർത്തിക്കാതെ കണ്ട് ഭഗവാന്റെ ആ പ്രേമഭക്തി എപ്പോഴും മനസ്സിലുണ്ടായിക്കഴിഞ്ഞ് അങ്ങ് ഞങ്ങളുടെ ഉള്ളിലെപ്പോഴും തെളിഞ്ഞ് ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാം ആനന്ദം തന്നെയാണ്. സുഖങ്ങളും ദുഃഖങ്ങളും ഒന്നുമില്ല, നമുക്ക് പരമാനന്ദം മാത്രമേ ഉള്ളൂ. നാഥാ നിൻ ബാലഗോപാലരൂപം ഞങ്ങൾക്കതിപ്രിയം, ഇതുൾപ്പൂവിൽ തെളിയുവാനരുടേണം അനുഗ്രഹം. ദേവകീ സുതഗോവിന്ദ വസുദേവകുമാരക മുരാരേ ജഗദാധാര നന്ദഗോപപ്രിയാത്മജ യശോദാദേവി തന്നോമൽ കുഞ്ഞേ വിശ്വൈകപാലക മുകുന്ദ മുരളീഗാനലോല രാധാ മനോഹര.
അങ്ങനെ അനേകം ഭഗവാനെ ഓരോരോ വാക്കുകളെ കൊണ്ട് ഇതാ അവരെ വാഴ്ത്തി സ്തുതിക്കുന്നു. കൈതൊഴാം കമലാജാനേ കമലായതലോചന കൈതൊഴാം ദിവ്യകൈശോരാരംഭരമ്യകളേവരാം നാവിൽ നിന്തിരുനാമങ്ങൾ ഈ വണ്ണമൊഴുകിയിടുകിൽ മേഘശ്യാമളമീ രൂപം മൃദുലസ്മിതമോഹനം തെളിഞ്ഞുൾപ്പൂവിൽ വന്നിടിൽ മറ്റൊന്നും വേണ്ടതില്ലിനി. ഭഗവാനെ അവിടുത്തെ നാമങ്ങൾ മാത്രം സദാ 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 ജപിച്ചുകൊണ്ട് അവിടുത്തെ രൂപത്തെ മാത്രം ഉള്ളിൽ തെളിഞ്ഞ് കണ്ടുകൊണ്ട് ജീവിച്ചാൽ മതി. അതിനൊരനുഗ്രഹം തന്നാൽ വേറെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, അതുമാത്രം മതി. അമംഗളങ്ങൊട്ടാകെ അകറ്റും ദീനവത്സല ആശ്രിതന്മാരിൽ അത്യന്ത വാത്സല്യമേയലും പ്രഭോ ഇവരെൻ്റെവരെന്നോർക്കില്ലെന്നും വൃത്യർക്കതേ മതി. ഭഗവാൻ ഒരു തോന്നണം ഇവരൊക്കെ എൻ്റെയാണ്, എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് തോന്നുക അല്ലേ. സുധാമാവ് എത്രയോ ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ നമുക്ക് അല്ലേ, കുറൂരമ്മയുടെ കഥയൊക്കെ പറയുമ്പോൾ കുറേ കർമ്മപ്രാരാബ്ധങ്ങൾ അനുഭവിച്ചു. ചെറുപ്പത്തിലെ തന്നെ വിവാഹം കഴിഞ്ഞു, പ്രായമായ ഒരാളെ വിവാഹം കഴിച്ചില്ല, അവിടെ കൊണ്ടുവന്നിട്ട് അവിടത്തുള്ളവരുടെയൊക്കെ ആ ഒരു ഓരോ ഇടപഴകലുകളും അവരുടെ ആ പെരുമാറ്റങ്ങളും കുറ്റപ്പെടുത്തലുകൾ ഭർത്താവിന് ശരിക്കും വിവാഹ ജീവിതത്തോട് വിരക്തിയുള്ള ഒരാളെ കല്യാണം കഴിപ്പിച്ചാൽ ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ കല്യാണം കഴിപ്പിക്കുന്ന പോലെയാണ് കല്യാണം കഴിപ്പിച്ചത് കുറൂരമ്മ. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനും അങ്ങനെ ഒരു പത്നി എന്നുള്ളൊരു ഭാവത്തിലൊന്നും അല്ലാണ്ടായി. പിന്നെ അദ്ദേഹം ദേശാടനത്തിന് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഇവളുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ധാരാളം പ്രശ്നങ്ങൾ. നാമം ജപിക്കണേന് ഇത്രയ്ക്കധികം വിഷമം കേട്ടിട്ടുള്ള ഒരു ജീവനും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും നമ്മളെവിടെയൊക്കെ നമ്മൾ പറയാം നാമം ജപിക്കാനൊക്കെ ഇരുന്നാൽ സമ്മതിക്കില്ല, ഞാൻ നാമം ജപിച്ചിരുന്ന, പക്ഷേ ആ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ഉപേക്ഷിക്കും? നാമജപം ഉപേക്ഷിക്കും. പക്ഷേ എന്തൊക്കെ യാതനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും എന്തൊക്കെ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടും കുറൂരമ്മ നാമജപം ഉപേക്ഷിച്ചില്ല, ഭഗവാനെ ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് കുറൂരമ്മയുടെ അടുത്തേക്ക് ഭഗവാൻ വന്നത്. അപ്പോൾ എപ്പോഴും നാമം ജപിച്ചു. അപ്പോൾ അവർ ലൗകിക ദൃഷ്ടിയിൽ നോക്കിയാൽ ഒരു കാലത്തും സുഖം അനുഭവിച്ചിട്ടില്ല കുറൂരമ്മ. പക്ഷേ ആത്മീയ ഭാവത്തിൽ സദാ ആനന്ദത്തിലായിരുന്നു കുറൂരമ്മ. പുറമേ എത്ര ചൂടും വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തകർത്ത് മഴ പെയ്തോട്ടെ, വലിയ ചൂടായിക്കോട്ടെ, ഏതൊരു ഭാവമായിക്കോട്ടെ, ഒരു AC റൂമിൻ്റെ ഉള്ളിൽ ഒരു മിതഭാവത്തിലിരിക്കണം നമുക്ക് അതൊന്നും അനുഭവപ്പെടില്ല അല്ലേ. അതൊന്നും അനുഭവപ്പെടാണ്ട് സുഖമായ അനുഭവത്തിലിരിക്കുക. അതുപോലെ ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന കുറൂരമ്മയെ അതൊന്നും ബാധിച്ചില്ല. കാരണം കുറൂരമ്മയുടെ മനസ്സ് സദാ ഏക ലക്ഷ്യം മാത്രമേ ഉണ്ടായുള്ളൂ. എന്താ? ഈ ജന്മത്തിലെ ഈ മനുഷ്യ ശരീരം കൊണ്ട്, മനുഷ്യ ചക്ഷുസ്സുകൾ കൊണ്ട് ആ ഭഗവാനെ ഒന്ന് കാണണം, ഈ ശരീരം കൊണ്ട് ഭഗവാനെ ഒന്ന് പുൽകണം അല്ലേ. കോജയൻ കോമളൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം വേദങ്ങൾക്ക് പോലും വേദ്യമായിരിക്കണം, പരബ്രഹ്മമായിരിക്കണം ഭഗവാനെ എൻ്റെ മുമ്പിൽ ഒന്ന് വരണേ, ബാലഗോപാലനായിട്ട് ഒന്ന് വരണേ, എനിക്കൊന്ന് കെട്ടിപ്പുണരാൻ എൻ്റെ അടുത്തേക്ക് ഒന്ന് വരണേ. ഇത് മാത്രമേ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ലക്ഷ്യത്തോടു കൂടി 4 വയസ്സ് തൊട്ടിട്ട് അല്ലേ ഒരു 10, 60, 70 വയസ്സ് വരെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഭഗവാൻ പിന്നെ അപ്പോൾ ആ 70 അതിൻ്റെ ഒരു ഉപാസന കൊണ്ട്, നിത്യോപാസന കൊണ്ട് ഭഗവാനെ സാക്ഷാത്കരിച്ച അമ്മയാണ് കുറൂരമ്മ. ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എത്ര ദുഃഖമാണ്, പക്ഷെ അവരതൊന്നും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഭഗവാനെ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഒന്നും ഞങ്ങളുടെ മനസ്സിൽ വരില്ല. അപ്പം അതുകൊണ്ട് ഭഗവാനെ അത് മാത്രം മതി. ഭഗവാന്റെ കാരുണ്യം മാത്രം മതി, ഇത് എൻ്റെയാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അൽപരായോർക്കുക ഉൾക്കാമ്പിൽ വിളങ്ങും വിശ്വഭാവന അവിടേക്കറിയാൻ വേണ്ടാതെങ്ങൾക്ക് ഏകേണ്ടതെങ്കിലും പുരുഷാർത്ഥ സ്വരൂപൻ നിൻ തൃക്കാലടിയിൽ വീണിതാ ചോദിച്ചു കൊള്ളാമതു നിൻ പ്രസാദം മാത്രമാം പ്രഭോ. ഏകേണ്ടും അവിടത്തോടെ വിഭൂതികൾ അനന്തമാം എങ്കിലും ഭക്തിയെ ഞങ്ങൾക്കിനി വേണ്ടു പരൽപര. അപ്പം പറയണു ധാരാളം അങ്ങയ്ക്ക് എന്തൊക്കെയാ വേണ്ടത് അല്ലേ. ഒരു ആ കൊച്ചു കുഞ്ഞിങ്ങനെ കിടന്ന് നിലവിളിക്കുന്നുണ്ട് അല്ലേ. അത് കരയുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് അറിയാം വിശന്നിട്ടാണോ കരയണേ.
അല്ലെ, അതിനറിയില്ല. മലന്ന് കിടക്കണ പ്രസവിച്ച ഉടനെയുള്ള ഒരു കുഞ്ഞ് കരയുമ്പോൾ അമ്മയ്ക്ക് അറിയും എന്താ അത് വിശന്നിട്ടാ കരയണേ. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ അമ്മയ്ക്ക് കണ്ടറിയാം. പാല് കൊടുക്കണു, അയ്യോ അത് കരയണത് അത് മൂത്രമൊഴിച്ചു, അല്ലെങ്കിൽ അത് അതിൻ്റെ ആ വസ്ത്രം നനഞ്ഞു, അതുകൊണ്ടാണ് അത് കരയണേ, അതിനെ കൊതുക് കടിച്ചിട്ടാണ് കരയണേ, അമ്മയ്ക്കറിയാം. അതുപോലെ ചില കുട്ടികൾ വാശി പിടിച്ച് കരയും, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ്. ജലദോഷവും വയ്യായൊക്കെ ഉള്ള സമയത്ത് ഐസ്ക്രീം വേണം, അത് വേണം, അതൊക്കെ അമ്മ കൊടുക്കുമോ? അതൊന്നും അമ്മ കൊടുക്കില്ല. കാരണം എന്താ, അത് കൊടുത്താൽ കുഞ്ഞിന് സന്തോഷമാവും, പക്ഷേ ആ കുഞ്ഞിൻ്റെ രോഗം കൂടുതലാവും. അപ്പം അതുപോലെ നമ്മളും പലതും ഭഗവാനോടൊക്കെ ആവശ്യപ്പെടും. അപ്പം ഭഗവാൻ എന്താ തരാത്തത്? ആ സുഖലോലുപതയിൽ മുങ്ങിയിട്ട് ഭഗവാനെ മറക്കാനിട വരും. അപ്പോൾ ആ ജന്മം മനുഷ്യജന്മത്തിൽ നിരർത്ഥകമായിട്ട് പോകും. അപ്പോൾ ഭഗവാൻ നമുക്കത് തരണില്ല എന്ന് വെച്ചാൽ അത് നമുക്ക് വേണ്ടാത്തതാണ്. ആ അമ്മ എങ്ങനെയാണ് ആ കുഞ്ഞിനെ നമ്മളെ സന്തോഷിപ്പിക്കാനുള്ളതല്ല തരിക. നമുക്ക് എന്താണോ ഉചിതം, എന്താണോ വേണ്ടത്, അതാണ് ഈശ്വരൻ തരിക. അപ്പോൾ ഓരോന്നും നമുക്ക് ഉണ്ടാവണം, ഓരോന്നും നഷ്ടപ്പെടണം. അപ്പോൾ അത് നിലനിന്നിരുന്ന കാലത്ത് നമ്മൾ എന്തനുഭവിച്ചു, നഷ്ടപ്പെട്ടപ്പോൾ എന്തുണ്ടായി? അപ്പോഴും ഇപ്പോഴും നമ്മളുടെ കൂടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു ഇത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങയ്ക്കറിയാം എന്താ വേണ്ടതെന്നുള്ളത്. എങ്കിലും അങ്ങനെ എന്നാലും അങ്ങയുടെ ആ പാദത്തിൽ വീണതാ ഞങ്ങൾ നമസ്കരിക്കണു. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഭഗവാനെ, അവിടുത്തെ പാദത്തിലെ പരമമായ ഭക്തി ഉണ്ടായാൽ മതി, അല്ലാണ്ട് ഒന്നും വേണ്ട എന്ന് പറയുന്നു. അരികിൽ തൻ പാരിജാതം തളിർത്തു വിലസിയിടവേ അതിൽ ചെല്ലാതെ മധുവം മറ്റു വൃക്ഷങ്ങൾ തേടുമോ ഭഗവാനെ. ഇപ്പം ഞങ്ങളിത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങയുടെ ആ ഒരു വൈഭവം അല്ലേ, നമ്മൾ ഇവിടെ ഇരുന്ന് നാമം ജപിച്ച് ഭഗവാന്റെ ആ തേവരുടെ ഒരു അനുഗ്രഹം ഒരല്പമെങ്കിലും നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇനി നാമജപമൊന്നും വേണ്ട, വേറൊരു കാര്യമുണ്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല. അതാ പറയുന്നത്, പാരിജാതം തളിർത്ത് വിലസുകയാണ്. ആ പാരിജാതം ഇവിടെ നിന്ന് അപ്പോൾ അത് ആകുമ്പോൾ മറ്റുള്ള ഇതിൽ പോയിട്ട് ഏതെങ്കിലും വണ്ട് വേറെ ചെടികളിൽ പോയിട്ട് തേൻ കുടിക്കുകയോ ഇല്ല. അതുപോലെ ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഒരല്പമെങ്കിലും ആ കൃപ അനുഭവിച്ചു കഴിഞ്ഞാൽ, നാമരസം നാവിൽ എത്തിക്കഴിഞ്ഞാൽ, രസം എത്താനും ബുദ്ധിമുട്ടുണ്ട്. ആ നാമരസം ആസ്വദിച്ച് എത്തണം. നമ്മൾ ആസ്വദിക്കുന്നവരാണ് അതിൻ്റെ രസം കൂടി വരിക. നാമം ജപിക്കുകയോ ഉറക്ക ജപിക്കുകയോ എന്താ ജപിക്കാത്ത? അങ്ങനെയല്ല, നമുക്ക് ഓരോരുത്തരെയും നമ്മുടെ ഉള്ളിൽ തോന്നണം. ആ ഭഗവാന് കുട്ടികളില്ലേ, കുട്ടികളെയൊക്കെ ഇങ്ങനെ നിരത്തിയിരുത്തിയിട്ട് പറയുക, ആരാണോ ഉറക്കെ പറയണേ അവർക്കാണ് ഇന്ന് ഈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് മാഷോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ, അപ്പോൾ ഈ കുട്ടികൾ ഉറക്കെ പറയും, എൻ്റെ ശബ്ദം ആദ്യം കേൾക്കണം എന്നുള്ള ഭാവത്തിൽ ഉറക്കെ പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ മിഠായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളുടെ കർമ്മപ്രാരബ്ധങ്ങളൊക്കെ നീങ്ങിയിട്ട് നമുക്ക് ആ ഈശ്വരാനുഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈശ്വരൻ്റെ മുമ്പിൽ ഇപ്പോൾ അതായിരുന്നു നാമം ജപിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യം വച്ചോട്ടെ. സാധാരണ നാമം ജപിക്കുമ്പോൾ ലക്ഷ്യം പാടില്ല എന്ന് പറയും, എന്നാലും ഒരു അതിനൊക്കെയാണ് ഇപ്പോൾ ആ ഒരു ലക്ഷ്യം എന്ന് വെച്ചാൽ അതിലപ്പുറത്താണ്. ഇപ്പോൾ കുട്ടികളെ കൊണ്ട് അങ്ങനെ പഠിപ്പിച്ച് ഉറക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവർക്ക് ഈ മിഠായിയാണോ ലക്ഷ്യമല്ല, അവർക്ക് ഉന്നത വിദ്യാഭ്യാസമാണ് ലക്ഷ്യമല്ല. അതിന് വേണ്ടിയിട്ട് ഒന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മളിപ്പോൾ സപ്താഹത്തിനൊക്കെ വരുമ്പോൾ ഇന്നത് ചെയ്താൽ, ഈ ഭാഗം വായിച്ച് കേട്ടാൽ ഇന്ന ഫലം, ഈ വഴിപാട് ചെയ്താൽ ഇന്ന ഫലം, ഇങ്ങനെ ചെയ്താൽ ഇന്ന ഫലം. ആ ഫലത്തിന് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാലും ആ ചെയ്യുന്നത് അത് ആത്മാർത്ഥമായിട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ കർമ്മപ്രാരബ്ധങ്ങളാണ് ഇല്ലാണ്ടായി പോകണേ. അത് കുറേ കേട്ട് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതൊന്നും വേണമെന്നില്ല. ആദ്യമൊക്കെ നമ്മൾ ഭഗവാനോട് ചെന്ന് ചോദിക്കുക, അത് ശരിയാവണേ, ഇത് ശരിയാവണേ, മകൻ്റെ ജോലി ശരിയാവണേ, മകളുടെ കല്യാണം കഴിയണേ, അവർക്ക് കുട്ടികളുണ്ടാവണേ, അത് വേണം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നാമം ജപിച്ച് ആ ഭഗവാനിലേക്ക് ആ മനസ്സ് ചേർത്ത് കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും ഈ ഉപാധികളൊന്നും ഇല്ലാണ്ട് വെറുതെ നാമം ജപിക്കാൻ മാത്രമാവും ഒരിഷ്ടം. ആ ഭഗവാന്റെ അനുഭവങ്ങൾ പല രീതിയിൽ ഭഗവാൻ ഇപ്പം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഓരോരോ കാര്യങ്ങളിലൂടെ. അതൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് ഈശ്വരോപാസനയ്ക്കുള്ള ഒരു രതി നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യമൊക്കെ ഭഗവാൻ നമുക്ക് ഓരോരോ അനുഭവങ്ങളൊക്കെ തരണത്. ആ അനുഭവങ്ങളിൽ പറയണ എന്താ വേണ്ട, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഭക്തി മാത്രം ഉണ്ടായാൽ മതി ഭഗവാനെ. അപ്പോൾ എന്ന് പറയണു. അപ്പോൾ ഗൃഹകാര്യത്തിൽ നിന്മായ വല്ല മട്ടുമടുക്കുകിൽ ഉടൻ തന്നെ മഹാഭക്ത സംഘമുണ്ടാവണം പ്രഭു. ഇനി നമ്മളിതാ
വല്ലാണ്ട് ലൗകികമായ കാര്യങ്ങളിലേക്ക് വീണ് പോയിട്ട് അത് ഭഗവാനെ മറക്കാൻ ഇടവരുന്നെങ്ങാനും അത് ഭഗവാനറിയാം അല്ലേ, അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ തോന്നിയ ഭഗവാനെ ഉടനെ തന്നെ ഒരു മഹാത്മാക്കളായിട്ടുള്ള സത്സംഗം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഭഗവാന്റെ നാമജപത്തോടുള്ള രതി, ആ ഭക്തി ഇല്ലാണ്ടാവരുതേ. അങ്ങ് തന്നെ അതിനെ അനുഗ്രഹിക്കണേ എന്ന് പറയാം. ഭക്തസംസർഗ നിമിഷാർത്ഥമോതൊടും കിടനിന്നിട സ്വർഗമോ മോക്ഷമോ പോലും പറയേണ്ടതനാദികൾ. ആ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് ഒരു നിമിഷം, ഒരു മഹാത്മാവായിട്ടൊരു സങ്കല്പം ഉണ്ടായി, ഒരു നിമിഷമാണ് അതുണ്ടായെന്ന് വിചാരിക്കുക. ആ ഒരു നിമിഷം അങ്ങനെ ഒരു സംസർഗം ഉണ്ടായി എന്നുണ്ടെങ്കിൽ അതിനോട് കിടപിടിക്കണതായിട്ട് മറ്റ് ഒന്നുമില്ല. അതായത് സ്വർഗമോ മോക്ഷമോ ധനങ്ങളോ ധനമോ ഒന്നും അതിനോട് കിടപിടിക്കുന്നതല്ല. ഈശ്വരനോട് ചേർന്നിരിക്കാൻ സാധിച്ചാൽ, അപ്പോൾ അതുകൊണ്ട് അത് അറിയാത്തത് കൊണ്ടാണ്, നമുക്കത് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ ഞങ്ങളെ എപ്പോഴും ഭഗവാനാണത് അറിയുള്ളൂ അല്ലേ. അമ്മ എങ്ങനെയാണോ കുട്ടിയെ ശ്രദ്ധിക്കണേ ശുശ്രൂഷിക്കണേ, അതുപോലെ ഭഗവാനെ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ. വെയിൽ കൊള്ളാണ്ടും മഴ കൊള്ളാണ്ടും അസുഖം വരാണ്ടൊക്കെ പരിപാലിക്കേണ്ട അമ്മാലേ. അതങ്ങനെ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ വെയിലത്തൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കാൻ കുട്ടികൾക്ക് നല്ല സന്തോഷമാവും. തല വേർത്ത് രാത്രി ആയാൽ വയ്യാണ്ട് വരും, ചുമ വരും. അപ്പം അമ്മ എന്ത് പറയും, വെയിലത്ത് ഓടിക്കളിക്കണ്ട കേട്ടോ, അമ്മ അപ്പോൾ വന്ന് പിടിച്ചിട്ട് പോകും. അതുപോലെ ഈശ്വര ഞങ്ങൾ അറിയാണ്ട് ഒരു പാദം വയ്ക്കുകയാണെങ്കിൽ ഭഗവാനെ അവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്ക് ഉണ്ടാവണേ, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണു. ഭഗവൽ കഥയുള്ളേടം വിഷയാശ അടുത്തിട വൈരം വെറുപ്പും ഭയം എന്നിവയെല്ലാം അകന്നിടും. അവിടങ്ങളിൽ ആത്മാർത്ഥ ഭക്തിയുള്ളോരടിക്കടി സർവേശ്വരനെ വാഴ്ത്തിയിടുന്നതു കേൾപ്പാൻ തരപ്പെടും. നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ കഥ എവിടെയുണ്ടോ അവിടെ ലൗകികമായിട്ടുള്ള ആസക്തികളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഭയം ഉണ്ടാവില്ല, നമുക്ക് വൈരം ഉണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മളിവിടെ നാമം ജപിച്ചൊക്കെ തുടങ്ങുന്ന സമയത്ത്, നാമം ജപിച്ച് തുടങ്ങിയ സമയത്ത് ഉണ്ടാവുന്ന പോലെയാണോ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളൊക്കെ മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ നാമം ജപിക്കുന്നത് പോരാന്ന് അതിൻ്റെ അർത്ഥം അല്ലേ. നമ്മൾ നാമം ജപിക്കുന്നത് പോരാ. ചില വസ്ത്രത്തിൽ വെറുതെ സോപ്പ് വെള്ളത്തിൽ മുക്കി ഇങ്ങനെ ഒരൊറ്റ അലമ്പിയിട്ട് ഒരു കുടച്ചിൽ കുടഞ്ഞാൽ ചെളിയൊക്കെ പോയി. ചിലതെങ്ങനെ ചെയ്യണം, നല്ലോണം ഒന്നും കൂട്ടി തിരുമ്പേണ്ടി വരും. ചിലത് അടിച്ച് അലക്കിയാലേ വൃത്തിയാവുള്ളൂ. ചിലത് വസ്ത്രം കീറിയാലും വൃത്തിയാവില്ല എന്നുള്ള നിലയിലേക്ക് എത്തി. അത്രയ്ക്കും കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ പുതിയ വസ്ത്രം ധരിക്കണം. ഇത് വൃത്തിയാക്കിയാലും അപ്പം നമ്മളെന്ത് ചെയ്യും, പുതിയൊരു വസ്ത്രം എടുത്ത് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കും. മറ്റേത് കറ പിടിച്ചത്, കറ കൊണ്ടാണ് അത് അടിച്ച് കീറി. ഇനി ഇതിൽ വസ്ത്രത്തിൽ ചെളി പുരളാണ്ട് ശ്രദ്ധിക്കണമെന്ന്. അതുപോലെ നമ്മൾ ഇനിയൊരു ജന്മം കിട്ടുമ്പോൾ ഇതിൻ്റെ ബാക്കിയാണ്. അതായത് ബാക്കിയൊക്കെയല്ല, പൂർവ്വജന്മത്ത് ചെയ്ത സുഹൃതത്തിൻ്റെ ബാക്കി കൊണ്ടാണ് നമുക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാൻ പറ്റണത്. എത്ര വന്നിരിക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടാവും. ചില വീടുകളിലൊക്കെ ഓരോരുത്തർ തന്നെയാവും. ചിലവർക്ക് ആരോഗ്യത്തിനോ യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഏത് വിധത്തിലായാലും വേണ്ടില്ല, സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ 100 ന്യായം പറയും ആ സാഹചര്യം ഇല്ലാണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാനിപ്പോൾ കഴിഞ്ഞുണ്ടാവുമെന്ന് വിചാരിച്ചു, ഇത് വരണം എന്ന് നമ്മുടെ മനസ്സിലൊരു ദൃഢമായ ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തിയിരിക്കും. എന്ത് വന്നാലും നമ്മളിവിടെ എത്താണ്ടിരിക്കില്ല. അത് ആ ദൃഢത ഉണ്ടാവണമെങ്കിൽ ഈശ്വരനോട് പരമമായ പ്രേമം ഉണ്ടാവണം. ഈശ്വരനെ വിട്ടിട്ട് മറ്റുള്ളതിലേക്കൊക്കെ മനസ്സ് ചേർത്ത് വെച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാം എപ്പോൾ വേണമെങ്കിലും വിട്ടു പോവാം. അത് വിട്ടുപോയാലും തിരിച്ചറിയാറുണ്ട്. പിന്നെയും പോയതിനെ പറ്റി ആലോചിച്ച് കരഞ്ഞ് കഴിയണവരുമുണ്ട്. അപ്പോഴും നമുക്ക് ഈശ്വരനെ അതായത് തീർത്ഥങ്ങൾക്ക് ശുദ്ധിയാകുക എന്നുള്ള കാര്യം പറഞ്ഞു വന്നത്. തീർത്ഥങ്ങളെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മഹാപാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗംഗയിൽ ഉള്ള പുണ്യ നദികളിലൊക്കെ പോയിട്ട് നമ്മൾ പ്രയാഗ അവിടെയൊക്കെ പോയിട്ട് കുളിക്കുക എന്നൊക്കെ പറയാം. തീർത്ഥസ്നാനങ്ങൾ ചെയ്താൽ മഹാപാപങ്ങളൊക്കെ തീരും എന്ന് പറയും. പക്ഷേ ആ മഹാപാപങ്ങളെ, ആ ഗംഗയെ പോലും പരിശുദ്ധമാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പുണ്യാത്മാക്കൾ ഈശ്വര കഥകളിൽ മാത്രം ഒഴുകിയിട്ട് ഈശ്വരനാമം മാത്രം ജപിച്ച് ഈശ്വരനെ മാത്രം ചിന്തിച്ച് നിൽക്കുന്ന ആത്മാക്കളുണ്ടല്ലോ, അവർ ചെന്നിട്ട്
ഈ ഗംഗയിൽ നിന്ന് അല്പം ജലമെടുത്തിട്ട് ശിരസ്സിൽ കൂടെ ഒഴിച്ചാൽ മാത്രം മതി. അങ്ങനെ ചെയ്താൽ മതി. അത്രയും അവരുടെ സ്പർശം ഉണ്ടായാൽ അതൊക്കെ ആ തീർത്ഥങ്ങൾ പോലും പരിശുദ്ധമായിട്ട് തീരണു. അങ്ങനെ ആ പരിശുദ്ധമായിട്ട് തീരുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ പുണ്യവാന്മാരെ അവരെ കണ്ടാൽ മതി നമുക്ക് സുഹൃതം ഉണ്ടാവാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെ പലപ്പോഴും നമുക്ക് തിരിച്ചറിഞ്ഞു എന്നൊന്നും വരില്ല, കണ്ടാൽ തിരിച്ചറിഞ്ഞു എന്നൊന്നും വരില്ല. പക്ഷേ അങ്ങനെയുള്ളവരുടെ ദർശനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തിനു വേണം? നാമം ജപിച്ച് ഇതുപോലെ നമുക്ക് ആ ഭഗവാനോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടം നമ്മുടെ ഉള്ളിലുണ്ടായി തീരണം. ഞങ്ങളോ വിഷ്ണു ഭക്താഗ്രഗണ്യനം ശ്രീ സദാശിവൻ കൃപയാൽ തന്നെ മന്ത്രോപദേശം നൽകിയ കാരണം ഞങ്ങളിതാ ഭഗവാനെ ഭജിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ആ ഇഷ്ടത്തോടു കൂടി ഓടി വന്നു. അത്രയും ഞങ്ങൾ ചെയ്തുള്ളൂ. അപ്പോൾ ആര് വന്നു മുമ്പിൽ? സാക്ഷാൽ മഹാദേവൻ തന്നെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നത്. അതുപോലെ നമ്മൾക്ക് അവർക്ക് അതിനുള്ള ആ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ ആ ഒരു അവർക്ക് അത് നേടാനായിട്ടുള്ള ഒരു പൂർവ്വജന്മാർജിതമായിട്ടുള്ള ഫലങ്ങളെ കൊണ്ട് അവർക്ക് അതിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഹാദേവൻ തന്നെ വന്നു. അപ്പോൾ ഓരോരുത്തരുടെയും പാത്രം അറിഞ്ഞിട്ടാണ് ഭഗവാന്റെ അനുഗ്രഹം. നമുക്ക് എത്രയ്ക്ക് കഴിവുണ്ട്, നമുക്ക് താങ്ങാൻ കഴിയുന്ന അനുസരിച്ചിട്ടല്ലേ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നിരുത്തിയ ഒരു കുട്ടിക്ക് 10ാം ക്ലാസ്സിലെ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതിന് വല്ലതും മനസ്സിലാവില്ല. അതിനെ കൈ പിടിപ്പിച്ച് അല്ലേ, ശരിക്കും പറയില്ല എന്താണ്, അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. ആശാന് നല്ല അറിവുള്ള ആളൊക്കെയാവും. അയാളുടെ അറിവ് ഈ കുട്ടിയെ പ്രയോഗിച്ചിട്ട് കാര്യമില്ല. കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുക. ആശാൻ തൻ്റെ ബാല്യത്തിൽ എങ്ങനെയാണ് അവിടേക്ക് തിരിച്ചു വരണം. എന്നിട്ട് ആ കൈ പിടിപ്പിച്ച് കഥ പറഞ്ഞ് അവരോരോന്ന് പറഞ്ഞ് എഴുതിച്ച് പഠിപ്പിച്ച് അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ആദ്യമേ തന്നെ അപ്പോൾ അത് ആ ഓരോ ക്ലാസ്സിലേക്കും ഉള്ളത് വേറെ വേറെയാണെന്ന് പറയണ പോലെ നമ്മുടെയൊക്കെ ഓരോരുത്തരും പൂർവ്വജന്മമായിട്ട് ആർജിച്ചിട്ടുള്ള ആ നമ്മുടെ ശക്തി എങ്ങനെയുണ്ട്, നമ്മുടെ കഴിവ് ഏതുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ മുമ്പിൽ ഗുരുക്കന്മാർ വരും. അപ്പോൾ വെറുതെ നമ്മൾ ആര് വന്നാലും അതാ പറയണത്. അത്രയും ഭാഗവതത്തിൽ 28 ഗുരുക്കന്മാരെ പറ്റിയിട്ട് പറയും. ഓരോന്നിനെയും ഗുരുവായിട്ട് കാണണം എന്നാണ് പറയുക. അതിൽ ഓരോ കൃമികീടങ്ങളെ വരെ ഓരോന്നിനെയും കണ്ടിട്ട് പാമ്പിനെയൊക്കെ ഗുരുവായിട്ട് കണ്ട്, അതുപോലെ തേനീച്ച, പാമ്പ് തുടങ്ങിയിട്ടുള്ള അത് ഓരോ കാഴ്ചകൾ കാണുമ്പോൾ ആ കാഴ്ചകളിൽ നിന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടായാൽ അത് നമ്മുടെ ഗുരുവാണ്. അങ്ങനെ ഒരു ഗുരുക്കന്മാരുണ്ട്. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പറയുമ്പോഴല്ലേ, കണക്ക് പഠിപ്പിക്കാനൊരു മാഷ് കണക്ക് മാഷ്, സയൻസ് പഠിപ്പിക്കുന്ന മാഷ് സയൻസ് മാഷ്, ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചർ ഹിന്ദി ടീച്ചർ, അങ്ങനെ പറയും. അവരൊക്കെ ഓരോന്നാണ്. എന്നാലൊരു പ്രധാന അധ്യാപകനുണ്ടാവും. ആ പ്രധാന അധ്യാപകൻ്റെ ഇതുണ്ട്. അപ്പോൾ എല്ലാത്തിനും അപ്പോൾ ഓരോന്നിനും നമ്മുടെ പവറിനനുസരിച്ച്. പിന്നെ നമുക്ക് ആ മഹാഗുരുവായിട്ട് ഭഗവാൻ തന്നെ ഒരു രൂപത്തിൽ വന്ന് നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ ആ ഭഗവാൻ തന്നെ വന്ന് അനുഗ്രഹിക്കും. അങ്ങനെയുള്ള ആ ഗുരുനാഥനായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇച്ഛ വേണം. ഈശ്വരനെ അറിയണം, ഈശ്വരനെ അനുഭവിക്കണം, ആ പ്രേമഭക്തി ഉണ്ടാവണം, നാമം ജപിക്കണം, അതിനൊരു കൊതി ഉണ്ടാവണം. അപ്പോഴാണ് ഞങ്ങളോ വിഷ്ണു ഭക്താഗ്രഗണ്യനാം ശ്രീ സദാശിവൻ കൃപയാൽ തന്നെ മന്ത്രോപദേശം നൽകിയ കാരണം കടാക്ഷമൊന്നുകൊണ്ടേതും മാറാത്ത ഭവരോഗവും മാറ്റിടും സിദ്ധവൈദ്യൻ്റെ സന്നിധാനത്തിൽ വാഴുകയാം. വേദം പഠിച്ചു സാഷ്ടാംഗം നമിച്ചു ഗുരുവര്യനെ, വിപ്രോത്തമരെയും വയ്യാതായ വൃദ്ധജനത്തെയും അറിവുള്ളോരെയും വല്ല മേന്മയിലുള്ളതൊക്കെയും ആത്മാർത്ഥമായേ സേവിച്ചു മഞ്ഞിൽ മാഴ്കുന്നവരെയും തപസ്സു ചെയ്തു വള്ളത്തിൽ മുങ്ങി ആഹാരമെന്നിയെ അതൊക്കെയും നിൻ പ്രീതിക്കായി തന്നെ തീർത്തിയിടണം പ്രഭോ. എന്തൊക്കെയോ പഠിച്ചതായാലും ആ ഗുരുകളെയും വൃദ്ധജനങ്ങളെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നു, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും ഈ ഭഗവാനെ അവിടുത്തെ ഈശ്വര പൂജയായിട്ട് ഏറ്റിട്ട് അവിടുന്ന് സന്തോഷിക്കണേ എന്ന് പറയണം. ബ്രഹ്മരുദ്രാദ്യരും നിന്നെ വാഴ്ത്തി നാണിച്ചു നിൽക്കവേ അജ്ഞന്മാരെങ്ങളാവുമ്പോലെന്തോ ചൊല്ലിയിടിനൻ പ്രഭോ. നമസ്കാരം ദയാമൂർത്തേ വാസുദേവാ പരാൽപര, നമസ്കാരം ശുദ്ധസത്യസ്വരൂപ ജഗദീശ്വര,
പ്രചേതസ്സുകൾ ഈ വണ്ണം സ്തുതിച്ചുള്ള അളവിലത്രയും സന്തോഷപൂർവകം അനുഗ്രഹിച്ചാശ്രിതവത്സലൻ താൻ പോവതിഷ്ടമല്ലെന്നു തോന്നും മട്ടവർ നോക്കവേ അചിന്ത്യവീര്യനാം നാഥനണഞ്ഞൻ നിജമാം പദം. അവരുടെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ട് അവരെ അനുഗ്രഹിച്ച് ആ ഭഗവാൻ ആ സ്വധാമത്തിലേക്ക്, എവിടെയാണ് സ്വധാമം? ഭഗവാന്റെ സ്വധാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഗോലോകമാണ് ഭഗവാന്റെ സ്വധാമം. ഗോ എന്ന് പറഞ്ഞാൽ മനസ്സ് എന്നൊരർത്ഥമുണ്ട്. നമ്മുടെയൊക്കെ ഉള്ളിൽ, നമ്മുടെ ചിത്തത്തിൽ ഇരിക്കുന്നതാണ് ഭഗവാൻ. എല്ലാവർക്കും ഉള്ളിൽ ആത്മാവായി വിളങ്ങും കൃഷ്ണനീ വിധം ആ കൃപ കൊണ്ടുലകിൻ നന്മയ്ക്കുടൽ കൊണ്ടു കളിക്കയാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭഗവാനൊക്കെ നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടായിരിക്കുന്നത്. അപ്പോൾ സ്വധാമത്തിലേക്ക് പോകുക വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ തന്നെയാണ് ആ ഭഗവാനെ ഇരിക്കുക. അപ്പോൾ ഹൃദയപത്മത്തിലിരിക്കുന്ന ആ ഭഗവാനെ അല്ലേ. അപ്പോൾ വേണ്ടാത്ത ചിന്തകൾ, വേണ്ടാത്ത പ്രവർത്തികൾ, വേണ്ടാത്തൊക്കെ ചെയ്താൽ അതൊക്കെ ആ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് അല്ലേ. ചെയ്യുന്നതൊക്കെ ഈശ്വര പൂജയാവണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്താൽ, അല്ലെങ്കിൽ ചിന്തിക്കുന്നതൊക്കെ ആ ഭഗവാനെ അവിടുത്തെ ആ പുഷ്പാർച്ചനയായിട്ട് വരണം. ചീത്ത കാര്യങ്ങൾ ചിന്തിച്ചാൽ അതും അല്ലേ, ചീത്ത പുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ ഭഗവാനെ പൂജിക്കുകയില്ല. അപ്പം നമ്മൾ അതൊക്കെ എപ്പോഴും ശ്രദ്ധയുണ്ടാവണം. അപ്പം ശ്രദ്ധയുണ്ടാവണം, പിന്നെ അത് വേണം എന്നുള്ള ആ ഇച്ഛാശക്തി ഉണ്ടാവണം. അങ്ങനെ ആ ആഴിക്കരയിൽ വന്നപ്പോൾ എങ്ങെങ്ങും മൂടുമാവിധം വിൺമുട്ടി നിൽക്കും വൃക്ഷങ്ങൾ കണ്ടു കോപിച്ചു സർവരും തെയ്യും കാറ്റും മുഖത്തിങ്കൽ നിന്നുദിപ്പിച്ചു മഞ്ഞിതിൽ ചെടിയും കൂടി വെണ്ണീറാക്കിയിടാൻ കാലാഗ്നി തുല്യരായി വനം നശിക്കായികെന്നോർത്തു പിതാമഹനണഞ്ഞുടൻ പ്രിയവാക്കോതിയവരെ സമാധാനപ്പെടുത്തിനാൻ. ഇതൊക്കെ കഴിഞ്ഞ് തപസ്സൊക്കെ 5000 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് പുറത്തേക്ക് നടക്കാൻ പറ്റില്ല എന്നറിയേ. വൃക്ഷങ്ങളും ഇതൊക്കെ വന്ന് മൂടിയിട്ട് അപ്പം അവരുടെ അപ്പം എത്രയും നേരം ഭഗവാനോട് നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും ആ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ നേരിട്ട് കണ്ടിട്ട് പോലും അവരുടെ ഉള്ളിൽ പിന്നെയും അവരുടെ കർമ്മവാസനകൾ, കാമക്രോധാദികളുണ്ടെന്ന് പറയുമ്പോൾ നമുക്കിതൊക്കെ 8 മാത്രം അനുഭവമുള്ള നമ്മുടെ ഉള്ളിൽ എത്ര ഉണ്ടാവും. അപ്പോൾ അത് പോവാൻ നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ വനം നശിപ്പിക്കാൻ നോക്കിയപ്പോൾ ബ്രഹ്മാവ് വന്നിട്ട് അവരെ സമാധാനപ്പെടുത്തി. അവശേഷിച്ച വൃക്ഷങ്ങൾ അവരിൽ പേടി കാരണം ബ്രഹ്മാജ്ഞമൂലം മകളെ സമർപ്പിച്ചു കൃതാർത്ഥരായി. അത് ഭഗവാൻ പറഞ്ഞതാണ്. വൃക്ഷങ്ങളുടെ മകളെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ടും അതാ പറയണേ, അത് നമ്മളും ഇവിടെ വന്നിരുന്ന് നാമം ജപിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ ഉണ്ടായി, അതൊക്കെ കേൾക്കും, ഇതൊക്കെ കേൾക്കും, നാമം ജപിക്കും. അത് അവിടെ നിമിഷം കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മൾ മറന്നു. അതിൻ്റെ പ്രതീകമായിട്ടാണ് കാണിച്ചു തരണേ. അപ്പോൾ അവരോട് ഇതൊക്കെ ഉപദേശിച്ചതാണ്. ആരോടും കാമം ഉണ്ടാവാൻ പാടില്ല, ക്രോധം ഉണ്ടാവാൻ പാടില്ല, ഒരുപോലെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടും ആ ഉള്ളിൽ അതൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ പുറത്തേക്ക് വരികയാണ്. പിതാമഹാജ്ഞയാൽ വേട്ടോരവർക്ക മാരിഷ എന്നാണ് ആ സ്ത്രീയുടെ പേര്. മാരിഷാഖ്യയിൽ മഹാദേവനെ നിന്ദിച്ച ദക്ഷൻ കാലത്തിൽ നിങ്ങവേ വീണ്ടും ചക്ഷുസ് മന്നന്തരത്തിൽ വന്നീശ്വരേച്ഛയാൽ പ്രജാസർഗത്തിനായി തന്നെ പിറന്നാനതിവീര്യവാൻ. ജനിച്ച നാൾ മുതൽ കന്യാ അന്യാദൃശ തേജസ്സി എന്നവൻ കർമ്മദക്ഷതയാൽ തന്നെ ദക്ഷനെന്ന് പുകഴ്ന്നവൻ. ആ ദക്ഷൻ വീണ്ടും ഇവരുടെ പുത്രനായിട്ട് വരികയാണ്. അത് കഴിഞ്ഞിട്ട് അനന്തരം ശ്രീഹരി പണ്ടു കൽപ്പിച്ചതേ വണ്ണം ഭക്തി വളർന്നു കാണുകെ ഉടൻ പ്രചേതസ്സുകൾ പത്നിയെ തൻ മകങ്കലേൽപ്പിച്ചു ഗൃഹം വെടിഞ്ഞു. അവർ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായി ഭഗവാനിലെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭക്തി ഉണ്ടാവും, വിരക്തി വരും ഇതിലൊക്കെ. അപ്പം നിങ്ങളെല്ലാം വിട്ടിട്ട് എന്നിലേക്ക് തന്നെ വരുന്നു പറഞ്ഞു. അങ്ങനെ ആ മകനെ ഏൽപ്പിച്ചിട്ട്, ഭാര്യയെ തൻ്റെ പുത്രനെ ഏൽപ്പിച്ചിട്ട് അവർ വീടൊക്കെ വിട്ടിട്ട് തപസ്സിനായിട്ട് പോയി. മഹർഷിയാഞ്ചാജലി പശ്ചിമാദിക്കരയ്ക്കലാണീടിന പുണ്യദേശം അണഞ്ഞു സർവാത്മകഭാവം ഉള്ളിൽ ഉറയ്ക്കുവാൻ തക്ക വിധം കനഞ്ഞു നിവർന്നിരുന്നിന്ദ്രിയ വാങ്മനസ്സു തുടർന്നാവുന്നതുപോലടക്കി ആത്മീയമം സാധന ചെയ്വതായി കണ്ടാനന്ദമാർന്നധികം സുരക്ഷി മുമ്പാകെ വീണാധരനാം മുനീന്ദ്രൻ അണഞ്ഞതായി കണ്ടു. നൃപാത്മജന്മാർ നമസ്കരിച്ച് അമ്പൊടിരുത്തി വന്ദിച്ചുണർത്തിനാൻ മെല്ലവേ പ്രകാരം. അവരിതാ
തപസ്സിനായിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നാരദ മഹർഷി വരികയാണ്. അപ്പോൾ വേഗം അവരെയൊക്കെ നമസ്കരിച്ചിട്ട് അങ്ങനെ പറയണം: ജഗദ്ഗുരോ, ഞങ്ങൾ അതീവ ഭാഗ്യമുള്ളോർകളാണ്. അങ്ങെഴുന്നള്ളിയില്ലേ സൂര്യോദയം വാരിനിഴിട്ടകറ്റും, എന്നെല്ലാവർക്കും ഭയമാകെ നീക്കും. നാണിക്കയം ജ്വൽവതിനീശ്വരന്മാരടുത്തണഞ്ഞിങ്ങു പ്രദേശമേകി, വെറും ഗൃഹാസക്തി നിമിത്തമീയുള്ളവർക്കതും കൂടി മറന്ന മട്ടാം. സത്യം വിളങ്ങിക്കുമതൊന്നു വീണ്ടും തെളിഞ്ഞിടും വണ്ണം അനുഗ്രഹിപ്പാൻ കാരുണ്യമുണ്ടാകണമേതുമട്ടും. ഗുരോ ഭവാംഭോധി കടന്നുകൊള്ളാം. എന്നിട്ട് ആ നാരദരെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് പറയണു: ഞങ്ങളിതാ ഇത്രയൊക്കെയായി ഭഗവാനെ കണ്ടു, എന്നിട്ട് പോലും എന്തുണ്ടായി? ഞങ്ങളിതാ ഭഗവാൻ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരുട്ടും ഭയവും അല്ലേ? രാത്രിക്ക് ഭയമാണ്. പുറത്തേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞാൽ പേടിയാണ്. പുറത്തേക്ക് പോയി ഇരുട്ടിനെ പേടിയാണ്. ഒന്നുമില്ല അവിടെ, എന്നാലും പേടിയാണ്. ഭയം ഒക്കെ മാറ്റണു, ആ പ്രകാശം വരുത്തണു. അതുപോലെ ഞങ്ങൾക്കും അതെ, ഈ ഭഗവാനെ ഞങ്ങൾക്കും ആ ഗൃഹാസക്തി ഉള്ളത് കൊണ്ട് എല്ലാം മറന്ന പോലെയാണ്. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും കൂടിയും ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പറയണു. ശ്രീകൃഷ്ണനമ്പാർന്നു മൃദുസ്മിതം പൂണ്ടുൾ പൂവിൽ മിന്നും ഭഗവാൻ മുനീന്ദ്രൻ, നൃപാത്മജന്മാരുടെ ഭക്തി കണ്ടു ചൊല്ലിയിടിനൻ മെല്ലെ അലിഞ്ഞി വണ്ണം. ആയുസ്സും ആരോഗ്യവുമല്ല വാക്കു മനസ്സും എന്തിന്നു മനുഷ്യജന്മം. വിശ്വൈകനാഥൻ്റെ പദാരവിന്ദം ഭജിക്കിൽ മാത്രം സഫലം സമസ്തം. ആയസ്സോ ആരോഗ്യമോ അതൊന്നുമല്ല. മനുഷ്യജന്മം കൊണ്ട് എന്താണ് വേണ്ടത്? ആ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാനാണ്. ബാക്കിയുള്ളതിനൊന്നുമല്ല മനുഷ്യജന്മം, അല്ലേ? ബാക്കി എല്ലാ ജന്മത്തിലെ ഏത് ജന്മം എടുത്താലും അതിൽ ഉണ്ടല്ലേ, സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, മൈഥുനം ചെയ്യാൻ പറ്റുന്നുണ്ട്, കുട്ടികളുണ്ടാവുന്നുണ്ട്, അങ്ങനെ പരമ്പരകളെ ഉണ്ടാക്കുന്നുണ്ട്, കിടന്നുറങ്ങുന്നുണ്ട്. ഊണ്, ഉറക്കം, മൈഥുനം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് അതൊക്കെ തന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കണേ, അല്ലേ? അപ്പോൾ കുംഭകർണൻ്റെയൊക്കെ കഥ പറയാം. 6 മാസം ഉറങ്ങും, 6 മാസം ഉണ്ണും. എങ്ങനെയപ്പോൾ 6 മാസമൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ പറ്റണേന്നൊന്നും നമ്മൾ എങ്ങനെയല്ലേ ചെയ്യണേ? 6 മാസം ഉറങ്ങും, ഒരു ദിവസത്തിൻ്റെ പകുതി ഉറക്കത്തെ, അല്ലേ? 40 രാത്രി മുഴുവനും ഉറങ്ങും, പകലുണർന്നിരിക്കുമ്പോൾ എന്താ നമുക്ക് പരിപാടി? ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ നമ്മളൊക്കെ ആരാ? കുംഭകർണന്മാർ തന്നെ നമ്മളൊക്കെ. അപ്പോൾ ആ ഭാവം മാറിയിട്ട് നമുക്കെന്താ വേണ്ടത്? വിശ്വനാഥൻ്റെ പദാരവിന്ദം ഭജിക്കുക, അതാണ് വേണ്ടത്. മനുഷ്യൻ അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം. വിശിഷ്ടവർണ്ണങ്ങളിലുള്ള ജന്മം വേദം വിധിച്ചീടിന യജ്ഞകർമ്മം. വാനോർകളെപ്പോലെ നീളുമായുസ് ഇതൊക്കെയും ഭക്തിയുദിക്കിൽ മാന്യം. വിശിഷ്ടമായിട്ടുള്ള വലിയ വിശിഷ്ടമായിട്ടുള്ളതിൽ വലിയ ഇതിൽ ജനിക്കുക, കുലത്തിലൊക്കെ ജനിക്കുക, അങ്ങനെയുള്ള അതിൽ ജന്മം ലഭിക്കുക, വേദമൊക്കെ പഠിക്കുക, കർമ്മങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്തുകൊണ്ട്. ഭക്തി ഇല്ലാണ്ട് ഇതൊക്കെ ചെയ്തിട്ടും ഒരു കാര്യമില്ല. അജാമിളൻ്റെ കഥയിൽ നമുക്കറിയാം, അല്ലേ? അജാമിളൻ ആദ്യം ഇതൊക്കെ ചെയ്തതാണ്. എന്നിട്ടും ഒരു സന്ദർഭം വന്നപ്പോൾ മനസ്സ് ഭ്രമിച്ചു പോയി. അപ്പോൾ അങ്ങനെ മനസ്സ് ഭ്രമിക്കാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവണം. ഭക്തിയോട് കൂടിയിട്ടേ പറ്റുള്ളൂ. പഠിപ്പ്, വാങ്മാധുരി, ബുദ്ധി, ശക്തി, വിരക്തി, വേദാന്ത വിചാരശീലം, തീർത്ഥാടനം, പുണ്യപുരാണ പാരായണം, ജനസേവനമന്നദാനം, ശ്രേയസ്കരം മറ്റു പലേതുമെന്നല്ല ആരാധ്യമം നിൻ ഗുണചിന്ത പോലും. മുകുന്ദ പാദാംബുജ ഭക്തിയുള്ളിൽ വളർത്തിയില്ലെങ്കിൽ നിരർത്ഥമെല്ലാം. പഠിപ്പുണ്ടാവുക, നല്ല അറിവുണ്ട്, പാണ്ഡിത്യമുണ്ട്, അറിയാം, സംസ്കൃതം അറിയാം, ഭാഗവതം വായിക്കാൻ അറിയാം, നാരായണീയം കാണാണ്ട് വായിക്കും, ഭാഗവതം കാണാണ്ട് വായിക്കും, അതിലെ ഓരോ വരികളും അർത്ഥം അറിയാം. നല്ലതായിട്ട് മറ്റുള്ളവരോടൊക്കെ അവരുടെയൊക്കെ മനസ്സിനെ എങ്ങനെ അലിയിക്കണ പോലെ വാഗ്മാധുര്യത്തോടു കൂടി സംസാരിക്കാനറിയാം. നല്ല ബുദ്ധിശക്തിയുണ്ട്. ഏത് കാര്യം, ഏത് ചോദ്യം അതിൽ നിന്നിട്ട് ചോദിച്ചാലും അതിന് ഉത്തരം പറയാൻ കിട്ടും. പിന്നെ വേദാന്ത വിചാരമുണ്ട്, തീർത്ഥാടനങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്, പുണ്യപാരായണങ്ങൾ ചെയ്യുന്നുണ്ട്, ജനസേവനങ്ങൾ ഓരോരുത്തർക്കൊക്കെ അങ്ങനെ ഓരോന്നൊക്കെ കൊടുക്കുക, ജനസേവനം, അന്നദാനം, ഒക്കെ ശ്രേയസ്കരമാണ്, നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഭഗവാനിൽ ഭക്തി ഇല്ലാണ്ടാണ് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇത് ചെയ്തിട്ടൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ഒരു ഗുണമില്ല. അതുകൊണ്ട് ആ പ്രവർത്തികളെ കൊണ്ട് ഗുണമില്ല. ഈശ്വരനിൽ ഭക്തി ഉണ്ടായിട്ട് ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യണമെന്നുള്ള ഭാവത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വര പോലെ ആവും. മറ്റൊന്നുമല്ലെങ്ങനെ ചൊല്ലുവതെന്നു മറ്റാർക്കും ആത്മാവ് മുകുന്ദന മറ്റൊന്നുമല്ലെങ്ങനെ ചൊല്ലുവതെന്നും ആർക്കാർക്കും ആത്മാവ് മുകുന്ദനത്രേ. ശ്രേയസ്സുകൾക്കൊക്കെ അതിർത്തിയിങ്കൽ വിളങ്ങും ആനന്ദഘനസ്വരൂപൻ. എല്ലാവരുടെ ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനെയാണ്. ആ ഈശ്വരനെ സാക്ഷാത്കരിക്കുകയാണ് വേണ്ടത്. ആ ഈശ്വര സാക്ഷാത്കാരം ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ ഉള്ളൂ. അതാണല്ലോ ഗോപികമാർക്ക് ആ ഭക്തി ഉള്ളത് കൊണ്ടാണ് രാസം അനുഭവിക്കാൻ പറ്റിയത്. രാസം എന്ന് വെച്ചാൽ ആ ഈശ്വരൻ കൃഷ്ണനെ അനുഭവിക്കുക. കൃഷ്ണ അനുഭവമാണ് രാസം. അവരവരുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. പുറമേ കണ്ടതല്ല. ഇത് ആത്മാനന്ദത്തിനെ അനുഭവിക്കാൻ പറ്റി. അതാണ് ശ്രേയഫലം ശ്രീഹരിതൻ കടാക്ഷം കൊണ്ടേ വിളങ്ങിയിടുവതെങ്ങുമാരും ഈ മട്ടിൽ മേവും ഭഗവാനെയല്ലി എന്നും ഭജിക്കേണ്ടതു ബുദ്ധിയുള്ളോൻ. അപ്പോൾ എന്നും ഭഗവാനെല്ലാം കൊണ്ടും എന്തുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഉറവിടമാരാ ഈശ്വരനാണ്. ഈശ്വരനിൽ നിന്നാണ് എല്ലാം. അപ്പോൾ മറ്റുള്ള ഓരോന്നിനെ ഭജിക്കണ നേരം ആ ഭഗവാനെ ഭജിക്കുകയല്ലേ വേണ്ടത്. ബുദ്ധിയുള്ളവരങ്ങനെയല്ലേ ചെയ്യേണ്ടത്. വെള്ളം മുരട്ടേകുകിൽ വൃക്ഷമാകെ തളുത്തിടും പ്രാണനും നൽകുമന്നം ലഭിപ്പു സർവേന്ദ്രിയവും മുകുന്ദാർച്ചനം ജഗൽപൂജനം അപ്രകാരം. വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വൃക്ഷത്തിലല്ല അടിയിൽ കൊണ്ടുവന്നൊരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അത് മുകളിലത്തെ ഇലകളിപ്പോൾ ഉണങ്ങി നിൽക്കണ ഒരു അതിൻ്റെ ചോട്ടിലാണ് കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കണേ. പക്ഷേ അതിലേക്ക് തളിർത്ത ആ വൃക്ഷം മുഴുവനും തളിർക്കണു. അതുപോലെ ആ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഭഗവാനെയാണ് ഭജിക്കേണ്ടത് എന്ന് പറയുന്നു. സൂര്യങ്കൽ നിന്നൂർന്ന ജലം തിരിച്ചങ്ങെത്തുന്ന കാലത്തതുപോലെ തന്നെ മുളച്ച സസ്യാദിയില ഇപ്പുമണ്ണിൽ മുളച്ച സസ്യാദിയിൽ ലയിപ്പുമണ്ണിൽ ഈ മട്ടിലാണ് ഈശ്വരനിൽ പ്രപഞ്ചം. അക്ഷരം തെറ്റ് നല്ലോണം ഉണ്ട് ഇതിൽ. സൂര്യങ്കൽ നിന്നൂർന്ന ജലം തിരിച്ചെത്തുന്നു കാലത്തതുപോലെ തന്നെ മുളച്ച സസ്യാദി ലയിപ്പു മണ്ണിൽ ആ മട്ടിലാണ് ഈശ്വരനിൽ പ്രപഞ്ചം. അതായത് ആ ഉണ്ടാവുന്ന ഓരോ സസ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറേ കഴിഞ്ഞ് അതൊക്കെ തിരിച്ച് വീണ്ടും ആ മണ്ണിൽ തന്നെ ലയിച്ച് പോവുകയാണ് ചെയ്യണത്. അതുപോലെ നമ്മളെല്ലാവരും ഉണ്ടായത് ആ ഭഗവാനിൽ നിന്നാണ്. ഭഗവാനിൽ നിന്ന് ഉണ്ടായിട്ട് ഭഗവാനോട് തന്നെയാണ് ചേരേണ്ടത്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനിൽ വിലയം പ്രാപിക്കുകയാണ് ചെയ്യുക. നാനാവിധം അഭിമന്യമാം വിവസ്വാന്റെ കരം കണക്കെ ജാഗ്രത്തിൽ മാത്രം മനുജാതിഭേദം സുഷുപ്തിയിൽ കേവലം അദ്വതീയം. അല്ലേ? ഇപ്പോൾ ഉണർന്ന് ഇരിക്കുന്ന സമയത്താണ് ഞാനാണ് ഇത്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ സുധയാണ്, ഞാൻ രമിതയാണ്, ഞാൻ അങ്ങനെ നമുക്ക് ഉണർന്ന് അല്ലേ. ഉറങ്ങി കിടക്കുമ്പോൾ ഞാൻ ആരാ എന്താ അറിയോ? നമ്മളിതാ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അല്ലേ ഉണർന്നിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നാലാൾ കാണുമ്പോൾ നമ്മൾ നല്ലവണ്ണം പോലെ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല രീതിയിലൊക്കെ ആയി ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കിടക്കണേ, ഏതാ കിടക്കണേ അറിയോ? ഒന്നും അറിയില്ല. ചിലപ്പോൾ ഉണർന്ന് കഴിയുമ്പോഴോ നമ്മൾ കിടക്കണ നമ്മുടെ ശരീരത്തിന് വസ്ത്രം മാറിയതോ നമുക്ക് അപ്പോൾ ലജ്ജയോ ഒന്നും നമ്മൾ ഉറക്കത്തിൽ നമ്മൾ ഒന്നും അറിയണില്ല. എല്ലാം ഇതാണ്. അതുപോലെയാണ് നമുക്ക് ഈ മനുഷ്യ ജാഗ്രതയിൽ മാത്രമേ ഉള്ളൂ ഈ ഭേദം. എന്നാളിലാ ഭേദമകന്നു ജീവൻ വിളങ്ങിടും ശ്രീഹരിപാദപത്മം ഉള്ളിൽ തെളിഞ്ഞെൻ്റെതുവാ ഞാനിവണ്ണം ദ്രോഹങ്ങളൊട്ടാകെ നീങ്ങുമന്നാൾ ആകാശമാർഗത്തിലിരുട്ടുകാറും വെളിച്ചവും വന്നു ഇടയ്ക്കകന്നും കാണുന്നതേ മാതിരി നിർഗുണത്തിൽ വരുന്നു നീങ്ങുന്നു ജഗൽപ്രവാഹം. ആ ഭഗവാന്റെ പാദത്തിൽ നമ്മൾക്ക് അത്രയ്ക്കും ആശയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നീങ്ങുകയാണ്. ഇതൊക്കെ നീങ്ങിയിട്ട് ഞാൻ എൻ്റെ എന്നുള്ള ഭാവമൊക്കെ നീങ്ങിയിട്ട് ആ ഈശ്വരനെ ആശ്രയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാണ് ഭഗവാനിലെ അപ്പോഴാണ് നമുക്ക് ആ ഭഗവാന്റെ കാരുണ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുക.
ഇതൊക്കെയുൾപ്പൂവിൽ നിനച്ചു ജീവകാരുണ്യമാർന്നേറെ വിളങ്ങുവോനെ, സർവാത്മഭാവത്തെ വിടാതെ സാക്ഷാൽ മുകുന്ദനെ തന്നെ ഭജിച്ചുകൊള്ളുവിൻ. അപ്പോൾ പറഞ്ഞു ഇതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മൾ ഈശ്വര ഭജനം ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. നാമം ജപിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലുണ്ടാവണം. വേറെ ഒന്നും വേണ്ട. നമുക്ക് എന്തു മതി? ആ ഭഗവാനെ ആശ്രയിക്കുക, ഭഗവത് നാമങ്ങൾ ചെല്ലുക, ആ കൃഷ്ണ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുക. നാമം ജപിക്കുമ്പോൾ ഭഗവാനെ ആനന്ദത്തോടു കൂടി നാമം ജപിക്കാൻ സാധിക്കണേ. ഒരാളും നമ്മളെ നാമം ജപിക്കുമ്പോൾ നമ്മളുടെ നിർബന്ധം കൊണ്ടാവരുത്. നമുക്ക് സ്വയം തോന്നിയിട്ട് നമ്മൾ ആനന്ദത്തോടുകൂടി ജപിച്ചു കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ അലിഞ്ഞ് ജപിക്കണം. വേറെ ഒരു ശ്രദ്ധയും ചിന്തയും പോകരുത്. അത്രയും നാമം ജപിക്കാൻ നമുക്ക് സാധിക്കണം. വേണ്ടാത്ത സങ്കല്പ വികല്പമെല്ലാം അകറ്റിടും ഭക്തനിലപ്രകാരം വാത്സല്യമുൾത്തിങ്ങിയ നന്ദഗോപകുമാരനെ തന്നെ ഭജിച്ചുകൊള്ളുവിൻ. കൺമോരിലെല്ലാം ദയ കൈവരുന്നതേതിങ്കലും തൃപ്തി പലേതിലേക്കും കാണാമതു മുമ്പാകെ അണച്ചിടാകിൽ മുന്നാൽ കനിഞ്ഞിടുമുടൻ മുകുന്ദൻ. എല്ലാവരിലും ദയൊക്കെ മറ്റുള്ളവരിലൊക്കെ എല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എവിടേക്കാണ് ചെന്ന് ചേരണേ? എല്ലാം ഈശ്വരനിലാണ് ചെന്ന് ചേരണേ. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യണത്. ആവോളവും ഉപകാരമെങ്ങും സാമാന്യ കാര്യങ്ങളിൽ വാശി വേണ്ട. ശബ്ദം തുടർന്നുള്ളതിൽ വിഭ്രമിക്കായി ഉടൻ പ്രസാദിച്ചിടുമെന്ന് അംബുജാക്ഷൻ. നമുക്ക് പറ്റാവുന്നതൊക്കെ മറ്റുള്ളവർക്ക് സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവത്തിലല്ല, ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് നോക്കാനായിട്ട് ഒരായ ഏൽപ്പിച്ചു. ആ ആയ അതിന് നല്ലോണം പോലെ ഭക്ഷണം നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിന് നല്ലോണം പോലെ കൊടുക്കുന്നുണ്ട്. അത് ആയയുടെ ജോലിയാണ്. ആ ആയ ആ ജോലിക്ക് അനുസരിച്ചിട്ടാണ് അത് ചെയ്യണേ. അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആയ പറയണം ഇത് എൻ്റെ കുട്ടിയാണ്, ഞാനാണ് അതിന് നല്ലോണം ഭക്ഷണം കൊടുക്കണേന്ന് അതിൻ്റെ ഉണ്ടാവില്ല. അതെന്താ വിചാരിക്കുക? ഇത് മുതലാളിയുടെ കുട്ടിയാണ് അല്ലേ? ആ മുതലാളി പറഞ്ഞതനുസരിച്ചിട്ട് പൈസയൊക്കെ തരുന്നു എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ സേവ ചെയ്യുകയാണ് മുതലാളിക്ക്, ഞാൻ വാങ്ങുന്ന കൂലിക്ക് സേവ ചെയ്യുകയാണ് എന്നുള്ള ഭാവത്തിലാണ് അവർ ജോലി ചെയ്യുക. അതുപോലെ ആവണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. ഞാൻ ചെയ്യണു അത് ചെയ്യണു. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ സമർപ്പണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനുള്ളത് അത് സാരല്ലേ, 5 മിനിറ്റ് കൂടി ഇവിടെ ഇരുന്നിട്ട് പോവാം. എല്ലാ ദിവസവും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരം ഞാൻ ചെയ്യണമെന്നുള്ള ഭാവം ഇല്ലാണ്ട് ചെയ്യണം. ദുരാശയൊട്ടാകെ അകറ്റിയെ തൻ വിളിച്ച ഭക്താഗ്രഹണി തൻ മനസ്സിൽ തനിക്കിടം ഓർത്തു തുള്ളിക്കളിച്ചിടും ബാലമുകുന്ദനമ്പാൽ. ഭഗവാനെ നമ്മുടെ ഉള്ളിൽ കളിക്കാൻ സ്ഥലമില്ല. എന്താ ഈ വിഷയങ്ങൾ കൊണ്ട് കയറ്റി വെച്ചിട്ട് ഈ ഓരോന്നും മനോമാലിന്യങ്ങൾ കാരണം കൊണ്ട് ഭഗവാന് കളിക്കാൻ സ്ഥലമില്ലാണ്ടായി. നമ്മളിതൊക്കെ നീക്കുക. ഈ നാമം ജപിച്ചാൽ മനസ്സ് ശുദ്ധമാവും. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും? മനസ്സിൽ തനിക്കിടം കിട്ടിയതോർത്ത് തുള്ളിക്കളിച്ചിടും ബാലമുകുന്ദനമ്പാൽ. അപ്പോഴേ നമ്മുടെ ഉള്ളിൽ, അപ്പോഴാണ് പൂന്താനം പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായിന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. ധനാശയും മറ്റും എന്നു തന്നെ കൊതിച്ചിടുന്നോരെ വണങ്ങിടാതോൻ പണം പഠിപ്പി വകയാൽ മതിപ്പോനെ ഗീടുകിൽ തന്നെ തൊടില്ല നാഥൻ. തൃക്കാൽ തലോടും പ്രിയലക്ഷ്മിയെയും തൻദാസർ വിണ്ണോർകൾ നൃപേന്ദ്രരെയും മറന്നു ഭക്തൻ അരികത്തു ചൊല്ലും മുകുന്ദനെ തന്നെ ഭജിച്ചുകൊള്ളുവിൻ. പറയാണ് തൃക്കാല് തടഞ്ഞാൽ ലക്ഷ്മിയെ പോലും ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ പൂമാരുടെ അടുത്തേക്ക് ഭക്തൻ്റെ അടുത്തേക്ക് മൽഭക്തോ എത്ര ഗായന്തി തത്ര തിഷ്ടാമി നാരദ എന്ന് പറയുന്നത്. എവിടെയാണോ എൻ്റെ ഭക്തന്മാർ ഉറക്കെ നാമം ജപിക്കണത് അവിടെ അവരുടെ അടുത്ത് ഞാൻ പോയി നൃത്തം കളിക്കും. എനിക്ക് വേറെ എവിടെ ഇരിക്കാൻ പറ്റില്ല. ഉറക്കെ നാമം ജപിക്കാൻ തുടങ്ങിയാൽ ഭഗവാൻ ശീലാത്ത് ഇരിക്കില്ല. അത്രേ ഭഗവാൻ ഇറങ്ങി ഓടി നമ്മുടെ അടുത്തേക്ക് വരുന്നു. പക്ഷേ അത്ര ഭക്തിയോടുകൂടി ആത്മാർത്ഥമായിട്ട് ഞാൻ ജപിക്കണു, ഞാൻ ഉറക്കുകയാണ്, ഞാൻ പതുക്കുകയാണ്, ഈ ശരീരം ഞാൻ ആ ഭാവമൊക്കെ വിട്ടിട്ട് നാമത്തിൽ മാത്രം ശ്രദ്ധ വെച്ച് ഉറക്ക നാമം ജപിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ നിന്നാൽ 2-3 കഴിവർ ഈ പോണ അമ്മമാരോടാ പറയണം അവിടെ സ്ഥലം ഉണ്ടോ ഇരിക്കാൻ ഊണയിക്കാൻ?
ഇത്തിരി നേരം ഇവിടെ ഇരുന്നാൽ ചില കാര്യങ്ങൾ കേട്ടിട്ട് പോയാൽ ഇവിടെ താമ്പൂല പ്രശ്നം വച്ചതിൻ്റെ കഥകൾ പറയുന്നുണ്ട്. കേട്ടാൽ അല്ല കേൾക്കണമെങ്കിൽ നിന്നോളൂ, ഇല്ലെങ്കിൽ വേണ്ട. അല്ല ഊണ് കഴിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു എന്ന് മാത്രം, ഇതിൽ വന്നതുകൊണ്ട് അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ആദ്യമേ തന്നെ ഞാൻ പറയാണ്ടിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ജീവന് അല്പമെങ്കിലും അതൊരു ഉപകാരമായാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാവർക്കും, ഇവിടെ ഇരിക്കണ എല്ലാവർക്കും കേൾക്കാണ്ടല്ലോ അല്ലേ, കഴിഞ്ഞ ദിവസം ഇവിടെ ഭഗവാന്റെ താമ്പൂല പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളോട് ഭഗവാന് പറയാനുള്ളത് ഭഗവാൻ താമ്പൂലത്തിൽ ആ പ്രശ്നത്തിൽ വിധിയിലൂടെ പറയുക, അതാണ്. അപ്പം ആ ജ്യോത്സ്യൻ എന്നുള്ള ആളെ പറയാ ദൈവജ്ഞൻ എന്നാ പറയാ, ഈശ്വരൻ്റെ ഈശ്വരേച്ഛ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന്റെ താമ്പൂല പ്രശ്നം അവിടെ നടക്കുകയുണ്ടായി. താമ്പൂല പ്രശ്നം നടന്നപ്പോൾ താമ്പൂലം ചെയ്തിട്ട് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ അതീവ സന്തുഷ്ടനാണ്, പൂർണ്ണ ബ്രഹ്മമായി വിഷ്ണുവിൻ്റെ ഭാവത്തിലാണ് ഇവിടെ ഉണ്ടെങ്കിലും പരിപൂർണ ബ്രഹ്മമായിട്ടാണ് ഇവിടെ വിളങ്ങണത്. ഈ ഗ്രാമത്തിൻ്റെ മുഴുവനും അധിഷ്ഠാനം ഇതാണ്. ഇതിന് ശേഷമാണ് അവിടെ മഹാദേവൻ വന്നത്. അതിനെപ്പറ്റി പറയണത് ഈ ഒരു രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ള ഒരു വഴക്കിൻ്റെ പേരിൽ അവർക്ക് ഇവിടെ ഒരു അതും ഈശ്വരൻ്റെ ഇച്ഛയാണ് ആ വഴക്കുണ്ടാക്കിയതും. ഇവിടത്തേക്കാളും വലിയ പേരെടുക്കണം എന്നുള്ള നിലയ്ക്ക് അവിടെ ഒരു ശിവനെ പിന്നീട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ മഹാദേവൻ എന്ന് വിചാരിച്ചാൽ വൈഷ്ണവാനം യഥാ ശംഭു, അവരെയൊക്കെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ആളാണ് മഹാദേവൻ. അപ്പോൾ അതുകൊണ്ട് ആ മഹാദേവൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായത് കൊണ്ടാണ് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിന് തന്നെ ഇത്രയും ഒരു ഇത് പലതവണ നമ്മൾ ഇവിടെ പറഞ്ഞതാണ്. പ്രശ്നം വയ്ക്കണേക്കാളും മുമ്പ് ഭഗവാൻ തോന്നിപ്പിച്ചിട്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. മഹാദേവൻ കാരണം മഹാത്മാക്കളുടെ വാക്കുകളിലൂടെയാണ്. എവിടെ ഒരു മഹാദേവ ക്ഷേത്രം ഉണ്ടോ അതിൻ്റെ അടുത്തൊരു വൈഷ്ണവ ക്ഷേത്രം ഉണ്ടാവും. ആ വൈഷ്ണവ ക്ഷേത്രത്തിന് എന്തെങ്കിലും ഒരു ച്യുതി വന്നാൽ മഹാദേവൻ്റെ ഇതുകൊണ്ട് അത് നശിച്ചു പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മഹാദേവൻ്റെ സാന്നിധ്യം കൊണ്ട് ആ ഒരു ഇവിടെ നശിച്ചു പോയ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ പരിപൂർണ ബ്രഹ്മാണ്. ഭഗവാൻ ഒരുപാട് സന്തോഷിച്ചിട്ടാണ് നിൽക്കണേ. ഈ ഭഗവാനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കണത് ഇവിടെ ധാരാളം വഴിപാടുകൾ ചെയ്യുക, അതൊക്കെ ചെയ്യൽ ഓരോരുത്തരുടെ കഴിവും മനോധർമ്മം പോലെ. പക്ഷേ ഏറ്റവും കൂടുതൽ ഭഗവാൻ ഇവിടെ സന്തോഷിക്കുന്നത് സുഹൃതകർമ്മം കൊണ്ടാണ് സന്തോഷിക്കുന്നത്. ആ സുഹൃതകർമ്മത്തിൽ പെട്ടതാണ് നാമജപം. ഈ നാമജപം കൊണ്ട് ഭഗവാൻ ഒരുപാട് 3 വർഷമായിട്ട് ഇവിടെ തുടങ്ങുന്ന ഈ നാമജപം കൊണ്ട് ഭഗവാൻ ഒരുപാട് സന്തോഷിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മാസത്തിൽ ഒരിക്കൽ പ്രസാദം കൂട്ടിനെങ്കിലും ഇവിടെ എത്തിപ്പറഞ്ഞവർ ഒരു 5 മിനിറ്റെങ്കിലും നേരത്തെ വന്ന് ഇവിടെ ഇരുന്ന് നാമം ജപിച്ചു എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ആർക്കും ഒന്നിനുമല്ല, നിങ്ങളുടെയൊക്കെ പറയണത് ഇവിടുത്തെ ഈ ഭഗവാന്റെ ഈ സന്തോഷം കൊണ്ടാണ് ഈ നാട്ടിൽ ഇപ്പോൾ നമുക്ക് ധാരാളം ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഇതിലും അധികമായിട്ട് വരേണ്ട ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. അത് അങ്ങനെ സംഭവിക്കാത്തത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് പറയണത്. ഈ ഭഗവാൻ സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങളൊക്കെ അതിശ്രേഷ്ഠമാണ് എന്നാണ് പറഞ്ഞത്, ലക്ഷണം വച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠതയോടുകൂടി ഇരിക്കുന്ന ആ ഈശ്വരൻ ഇവിടെ പരിപൂർണ ബ്രഹ്മമായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മളിലേക്ക് വരണമെങ്കിൽ അല്ലേ, നമുക്ക് വരണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു കുളം കുത്തിയിട്ട് ആ കുളത്തിൽ നിറച്ച് വെള്ളമുണ്ട്. നമ്മുടെ അവിടെയൊക്കെ വരണ്ട ഉണങ്ങിക്കിടക്കുക. അങ്ങോട്ട് വരണമെങ്കിൽ നമ്മളത് തോടോ അതോ ഉണ്ടാക്കിയിട്ട് അത് തേവി കൊണ്ടുവന്ന് നനയ്ക്കണം, എന്നാലേ വരുള്ളൂ. അല്ലാണ്ട് ഇത് തന്നെ അങ്ങോട്ട് ഒഴുകി വരില്ല അല്ലേ. അപ്പോൾ അതിന് നമ്മുടെ പരിശ്രമം വേണം. ആ പരിശ്രമം എന്ന് പറയണത് ഭഗവാന്റെ നാമജപമാണ്. ഇവിടെ എത്ര നാമം ജപിക്കാൻ പറ്റണോ അത്രയും നാമം ജപിക്കാം. അതുപോലെ നാരായണീയം ഭഗവാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആർക്കൊക്കെയാണോ നാരായണീയം പാരായണം ചെയ്യാൻ അറിയണത് ഇവിടെ ഏത് ദിവസം എന്നൊന്നും നോക്കണ്ട, ഇവിടെ കൊണ്ടുവന്നാൽ അവരവർക്ക് അറിയുന്നത് പോലെ ഇവിടെ ഇരുന്ന് എല്ലാവരും വേണമെന്നില്ല, ഒറ്റയ്ക്കായാലും വേണ്ടിയില്ല വന്ന് ഇവിടെ നാരായണീയ സമർപ്പണം നൽകാം. അതുപോലെ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട നൈവേദ്യം എന്ന് പറയണത്, കാര്യസാധ്യമൊക്കെ ഉണ്ടാകിയ നൈവേദ്യം എന്ന് പറയണത് പിഴിഞ്ഞി പായസമാണ് എന്ന് പറഞ്ഞു. അത് ക്ഷേത്രത്തിൻ്റെ സൗകര്യം പോലെ ഏത് ദിവസമാണെന്ന് ഇവിടെ നോക്കിയിട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ പിന്നെ
ഭഗവാന് ഒരു തിരുമുഖം വെള്ളി കൊണ്ട് ഉണ്ടായിരുന്നു. അത് ഇവിടെ നിന്ന് ഇപ്പോൾ അതെന്തോ കാരണവശാൽ അത് വയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു തിരുമുഖം, അത് ഭഗവാൻ, അത് മാത്രമാണ് ഭഗവാന്റെ ഒരു ഇച്ഛയായിട്ട് പറയണത് നമ്മളോട്. അപ്പോൾ അതിൽ എന്താ ഇപ്പോൾ ഇവിടെ തീരുമാനം ഉണ്ടാക്കിയേക്കണേന്ന് ചോദിച്ചാൽ എല്ലാവരും അത് ഒരാളുടെ വകയായിട്ട് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ സമർപ്പിച്ചു എന്നുള്ളൊരു ഭാവം വരും. ഭഗവാന് ഭക്തിയാതോഷത, ഭക്തിയോട് കൂടിയിട്ട് ഭഗവാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കും ചെയ്യണം എന്നുള്ള കൊതി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവിടുത്തെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ 1 രൂപയുള്ളൂ വെച്ചാൽ ആ 1 രൂപ മതി. അല്ല 10,000 രൂപ തരാൻ പറ്റുമോ, 10,000 രൂപ തന്നോളൂ, എങ്ങനെയായാലും വേണ്ടില്ല. അത് ഒരു സമർപ്പണം നമ്മുടെ. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, അവിടെ ചിറകെട്ടിയ കഥ, ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ചിറകെട്ടിയ കഥ കേട്ടിട്ടില്ലേ നമ്മൾ? അവിടെ ചിറകെട്ടണ സമയത്ത് വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്നിട്ടപ്പോൾ ഒരു അണ്ണാറക്കണ്ണൻ വന്നിട്ട് എന്ത് ചെയ്തു, അതിൻ്റെ ശരീരം നനച്ചിട്ട് ആ മണൽ കൊണ്ടുവന്ന് കുടഞ്ഞു. ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആ ഒരു പ്രവൃത്തിയിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണോ യഥാവിധി അവനവൻ്റെ കയ്യിലുള്ളത്, കാരണം അത് ഭഗവാനൊരു സേവയായിട്ട് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് അത്ര സമർപ്പിക്കാൻ സാധിച്ചുള്ളൂ എന്നുള്ള കൊതി കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ അത് വലിയ ഭഗവാൻ ഒരുപാട് സന്തോഷിക്കും എന്ന് പറഞ്ഞു. അതിപ്പോൾ അന്നത്തെ ദിവസം ഈശ്വരൻ്റെ വാക്കുകൾ കേൾക്കാൻ കൊതിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ, അവിടുന്ന് പറയുന്നത് ഭഗവാന്റെ വാക്കുകളാണ്, അത് കേൾക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. എന്തിനാ അതൊക്കെ കേൾക്കണേ, പ്രശ്നമൊക്കെ അമ്പലത്തിൽ നടന്നോളില്ലേ എന്ന് പറയും. അമ്പലം എന്ന് പറയണത് തന്നെ ഒരു ഗ്രാമത്തിലൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരുടെയാണ്, എല്ലാവർക്കും ആ ഭഗവാൻ എല്ലാവരുടെയാണ്. ഓരോ ഗൃഹങ്ങളിലും നടക്കുന്ന ഓരോന്നിനും ആ ദൃക്സാക്ഷിയായിട്ട് നമ്മളെ സുരക്ഷിതമാക്കിക്കൊണ്ട് ഭഗവാനുള്ളത്. അപ്പം നമ്മളുടെ കർമ്മപ്രാരാബ്ധം തീരാത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ പ്രശ്നം വച്ചത് തന്നെ അതുകൊണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ട്, അതെന്തിനാണ്? അപ്പോൾ പറഞ്ഞു ഇതൊന്നും ഭഗവാന്റെ കോപം കൊണ്ടല്ല, അവരവരുടെ കർമ്മപ്രാരാബ്ധം കൊണ്ട് വന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തടസ്സം, ഇങ്ങനെ അത് ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോയത്. അപ്പം അതുകൊണ്ട് ഈശ്വരൻ്റെ കാരുണ്യം നമ്മളുടെ ഉള്ളിലിതാ, ആ ഈശ്വരേച്ഛ കൊണ്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും വേറെ ഒന്നും സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ നാമജപം നടക്കുന്നുണ്ട്. അത് ഇല്ലെങ്കിലും ആ മാസത്തിലൊരിക്കൽ ഇവിടെ 9:30 തൊട്ട് 12 മണി വരെ, ഇന്നിത്തിരി കൂടുതൽ സമയം കൽപ്പിച്ചു കൂട്ടി നിന്നത്, ആരെങ്കിലും കേൾക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ, ഒരാൾക്കെങ്കിലും അതിലേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ പറ്റട്ടെ എന്ന്. അവിടെ വന്ന് നാമജപം നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ ആത്മാർത്ഥമായിട്ടും പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം അവിടെ അന്നദാനം എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാൻ നമുക്കിതാ ആ ഭഗവാന്റെ അന്നം നമുക്കിതാ പ്രസാദമായിട്ട് തരുമ്പോൾ ആ ഭഗവാൻ നമ്മളൊരു പുഷ്പാഞ്ജലിക്ക് എന്തെങ്കിലും അവിടെ സമർപ്പിച്ചാലല്ലേ പുഷ്പാഞ്ജലിയുടെ പ്രസാദം കിട്ടുക. ആ പുഷ്പാഞ്ജലിയുടെ ആ ഒരു പ്രസാദം വാങ്ങണമെങ്കിൽ എന്തെങ്കിലും അവിടെ സമർപ്പിക്കണം, ആ സമർപ്പിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ ഇവിടെ നാമമാണ് സമർപ്പിക്കേണ്ടത്. ഇവിടെ വന്നിട്ട് പൊക്കോളൂ, ഇവിടെ ഇരുന്നിട്ട് പൊക്കോളൂ, ഒരുമിച്ച് പോവാം, സമർപ്പണം. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി, ഇപ്പോൾ ഇവിടെ ഇരിക്കണവർക്ക് എല്ലാവർക്കും കൂടി നാമം ജപിച്ചിട്ട് ഇതിവിടെ സമർപ്പിക്കാം. അപ്പോൾ ഒരു നാമെങ്കിലും ഇവിടെ ജപിക്കാൻ സാധിച്ചുല്ലോ, ജപിക്കാം, നാമം ജപിക്കാം, ഉറക്ക നാമം ജപിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. നാമം ജപിച്ച എല്ലാവരുടെയും പാദത്തില് മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഒരു ഈശ്വര സേവയ്ക്ക് എന്തായാലും മനസ്സോടുകൂടി ഇരുന്ന എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിക്കുന്നു. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കലികൽമഷങ്ങളും നീങ്ങാൻ ധാരാളം നാമം ജപിക്കാൻ സാധിക്കട്ടെ, പരസ്പരം സ്നേഹത്തോടു കൂടിയിട്ട് നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് പെരുമാറാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിവിടെ സാക്ഷാൽ പൂർണ്ണ ബ്രഹ്മമാണ്, ദേവി സാന്നിധ്യം കൂടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മളെന്നും ഇവിടെ ദേവിയുടെ നാമം ജപിക്കാറുണ്ട്. ദേവി പരമപ്രേമമാണ് ഒരു ഭാവം. ആ പരമപ്രേമത്തിൽ നിന്നാണ് ദേവി ഭാഗവതത്തിൽ പറയും, ഗണേശൻ അമ്മയാം ദുർഗ ലക്ഷ്മി സാവിത്രി ശങ്കരി എന്ന് തുടങ്ങിയത് മുഴുവൻ ആ രാധാറാണിയിൽ നിന്നുണ്ടായതാന്ന് പറയും. രാധ എന്ന് പറയുമ്പോൾ ധാര പോലെ ഭഗവാനിലേക്ക് ഒഴുകുന്ന പ്രേമമാണ് രാധ. അപ്പോൾ ആ പരമപ്രേമത്തിൽ നിന്നാണ് അമ്മ എന്ന് വെച്ചാൽ പ്രേമമാണ്, അമ്മ എന്ന് വെച്ചാൽ പ്രേമമാണ്. ഓരോ അമ്മമാരും ആ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ അമ്മയുടെ നാമം നമ്മളിവിടെ ജപിക്കാറുണ്ട്. അത് ജപിച്ച് ഇവിടെ നമസ്കരിച്ചിട്ട് നമുക്ക് പോവാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ, പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ, ബ്രഹ്മ വിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരനും ശുഭേ, തൊഴാം സരസ്വതി രൂപേ തൊഴാം സാവിത്രി ശങ്കരി, ഗംഗപത്മാവതി രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ, കൈതൊഴാം തുളസി രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി, തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി, നമിക്കുന്നേങ്കുവാമൂർത്തേ മൂലപ്രകൃതി രൂപിണി, ഭവക്കടലിൽ നിന്നെ സദയം കരകേറ്റണേ, ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ, ബർഹാപീഠം നടവരവപുകർണയോഗർണികാരം, യുദ്ധദ്വാസക്കനകവിശം വൈജയന്തിം ച മാലാം, വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ, വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തിം, ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ, പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം, കരുണാസമുദ്രം രാധാസഹായം, അതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വരമംഗലത്തപ്പ ശരണം, തലയാക്കുളത്തമ്മേ ശരണം,
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീരാധേശ്യാം. എല്ലാവരും ഉറക്കെ പറയണേ, എല്ലാവരും പറയണം കേട്ടോ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം.